نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആര്യമ്പാവിലുള്ള നല്ലവരായ നാട്ടുകാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നമ്മളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അഥവാ മെനഞ്ഞാന്നത്തെ പത്രത്തിൽ, മലയാള മനോരമ ദിനപത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തൊടുപുഴയിലുള്ള ഭാര്യയെയും ഭർത്താവിനെയും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതായി. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഈ ദമ്പതികളുടെ കുഞ്ഞ് പിറന്നത് പൂയം നക്ഷത്രത്തിലായിരുന്നു. പൂയം നക്ഷത്രത്തിൽ പിറന്ന ഈ കുട്ടി തങ്ങളുടെ ഭാവി ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അത് തന്റെ ജീവിതം തന്നെ അപകടപ്പെടുത്തുമെന്ന് ചിന്തിച്ച ഈ പിതാവ് ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ വരെ സമ്മതിക്കാറുണ്ടായിരുന്നില്ലെന്നാണ് പത്രം പറയുന്നത്. കേരളത്തിലെ മലയാളികൾക്കിടയിൽ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസവിശുദ്ധി എന്ന പ്രമേയം ഗ്രാമാന്തരങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന്റെ പ്രസക്തി ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. മനുഷ്യന് ജന്മം നൽകുന്നത് പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനാണ്. ആ ജന്മം നൽകുന്ന നാള് നിശ്ചയിക്കുന്നതും അവനാണ്. നാളുകൾക്ക് ദോഷം കൽപ്പിച്ച്, ദിവസത്തിന് ദോഷം കൽപ്പിച്ച്, ജാതകം നോക്കി നേരത്തിന് നന്മ കൽപ്പിച്ച്, കാലത്തിന് നന്മ കൽപ്പിച്ച്, നന്മ തിന്മകളെ പലതിലേക്കും ചേർത്തിപ്പറയുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും അസമാധാനവും അശാന്തിയും നിറഞ്ഞ ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് വിശ്വാസവിശുദ്ധിയെപ്പറ്റി നാം ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസവിശുദ്ധി എന്നത് വളരെ കൃത്യമായി ഒരു മനുഷ്യന് പറഞ്ഞുകൊടുത്താൽ അവിശുദ്ധമായ വിശ്വാസത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ ഭൗതിക ലോകത്തവന് നേട്ടമുണ്ട്, മരണാനന്തര ജീവിതത്തിലും നേട്ടമുണ്ട്.
നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, നമ്മളെ വ്യാകുല ചിത്തനാക്കുന്നത്, നമ്മളെ എല്ലാറ്റിനെയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പേടിയാണ്. ആരെയാണ് കണി കാണുന്നത് എന്ന് പേടിക്കുകയാണ്. ആരെയാണോ കണി കാണുന്നത്, ആ കണി കാണിപ്പെടുന്ന വസ്തുവിനെയോ ആളെയോ മനുഷ്യനെയോ നോക്കിയാണ് അവന്റെ നന്മതിന്മ ആ ദിവസം തീരുമാനിക്കുക എന്ന അന്ധവിശ്വാസം. ഓട്ടോറിക്ഷയിൽ കയറുന്നവർക്കും ബസ്സിൽ കയറുന്നവർക്കും പീടികയിൽ വരുന്നവർക്കുമൊക്കെ ആരാണ് ആദ്യം കൈനീട്ടം നൽകുക എന്ന പേടിയാണ്. കാരണം കൈനീട്ടം നന്നായാലാണ് വരുമാനം കൂടുക എന്ന അന്ധവിശ്വാസം. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി ജനിക്കുന്ന നാളും കല്യാണത്തിന്റെ ദിവസവും വീട്ടിൽ കൂടലിന്റെ ദിവസവുമൊക്കെ നഹസ് നോക്കിയും നന്മ നോക്കിയും ജാതകം നോക്കിയുമൊക്കെ തീരുമാനിക്കപ്പെടുന്നിടത്ത് മനുഷ്യന്റെ വിശ്വാസം വിശുദ്ധമാകുന്നതും അവിശുദ്ധമാകുന്നതും എങ്ങനെയെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു വിശ്വാസം സത്യസന്ധമാണ് വിശുദ്ധമാണ് എന്ന് തീരുമാനിക്കുന്നത്? ആ വിശ്വാസം സൃഷ്ടാവായ പടച്ചതമ്പുരാനിൽ നിന്നതാണോ എങ്കിൽ അത് വിശുദ്ധമായ വിശ്വാസമാണ്. നിങ്ങൾ കാണുന്ന കണിയാണ് ഒരു ദിവസത്തെ നന്മതിന്മ തീരുമാനിക്കുന്നതെന്ന് പടച്ചവൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം വിശുദ്ധമാണ്. പക്ഷേ പടച്ചവൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ പരിശോധിക്കപ്പെടണം. നിങ്ങൾക്ക് ലഭിക്കുന്ന കൈനീട്ടം ആ ദിവസത്തിന്റെ നന്മതിന്മകൾ തീരുമാനിക്കപ്പെടുമെന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥനോ ദൈവദൂതരോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ആ വിശ്വാസം വിശുദ്ധമാണ്. ഇല്ലെങ്കിൽ അത് അസംബന്ധമാണ്, അവിശുദ്ധമാണ്. ഇങ്ങനെ വിശ്വാസങ്ങളെ വിശുദ്ധമായതും അവിശുദ്ധമായതും വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ലഭിക്കേണ്ടുന്ന സമാധാനവും സംതൃപ്തിയും ശാന്തിയും ലഭിക്കുന്നത് എങ്ങനെയാ? ഇന്ന് ആളുകൾ പടച്ചവനെ മനസ്സിലാക്കുന്നതിൽ പോലും തെറ്റായ ധാരണയിലാണ്. ആരാ പടച്ചോൻ? പടച്ചോൻ എന്ന് പറഞ്ഞാൽ എല്ലാം പടച്ചു പരിപാലിക്കുന്നവരാണെങ്കിലും സാധാരണക്കാരായ നമുക്കൊന്നും നേർക്കുനേരെ ചോദിക്കാൻ പറ്റാത്ത, നേർക്കുനേരെ പറയാൻ പറ്റാത്ത ശക്തിയാണ്. റബ്ബിനോട്, പടച്ചവനോട്, അള്ളാഹുവിനോട് സാധാരണക്കാർക്ക് നേർക്കുനേരെ പറയാൻ പറ്റില്ല. ആ പടച്ചവനോട് പറയുന്നതിന് ഇടത്തട്ട് കേന്ദ്രങ്ങളും ഇടയാളന്മാരും മഹത്തുക്കളും വേണം. അതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താ? പടച്ചവനെ പറ്റി കൃത്യമായി മനസ്സിലാക്കാതെ പോകുന്നു. എന്റെ പ്രശ്നങ്ങളും എന്റെ പ്രയാസങ്ങളും പരിഹരിക്കുന്നതിന് പടച്ചവനോട് നേർക്കുനേരെ പറയുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് മഹാന്മാരോട്, മക്ബറയിൽ കിടക്കുന്നവരോട്, വലികളോട്, അവനോട് അടുപ്പമുള്ള ആളുകളോട് പറയുമ്പോഴാണ്. ആ ആളുകൾക്ക് എന്നോട് ദയ തോന്നി അള്ളാഹുവിനോട് റെക്കമെൻഡ് പറയുമ്പോൾ, ശുപാർശ പറയുമ്പോൾ എന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ എളുപ്പവഴിയുണ്ടാകുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്ന സാധാരണക്കാരന്റെ വിശ്വാസത്തിൽ കടന്നു വരുന്ന ഏറ്റവും അപകടകരമായ ഒരു വിശ്വാസം എന്താണെന്നറിയോ? അള്ളാഹുവിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണയാണ്. കാരണം അള്ളാഹുവിനേക്കാൾ ഇവനോട് കരുണയുള്ളത് കിടക്കുന്ന ഈ വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ ശക്തികൾക്കാണ്, ഇത്തരം ആളുകൾക്കാണ് എന്നുള്ള തെറ്റിദ്ധാരണ. അവിടെയാണ് നാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ആരാ അള്ളാഹ്? മുസ്ലിങ്ങളുടെ ഒരു ദൈവമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവമില്ല. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവമില്ല എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു ദൈവമില്ല എന്നതാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു പടച്ചോനുണ്ടോ ലോകത്ത്? ഇല്ല. അള്ളാഹു എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരുപാട് മുസ്ലിമീകൾ നമുക്കിടയിൽ ഉണ്ടാകാം. ഒരു മാപ്പിളനെ മുമ്പിൽ നിർത്തി, ഹേ മാപ്പിള, നീ കുറെ കാലമായല്ലോ അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നു, അതിന്റെ അർത്ഥം പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ദൈവമെന്നാണോ? ദൈവമെന്നതിന് അറബിയിൽ വേറെ പദമുണ്ട്, ഇലാഹ് എന്നാണ്. പടച്ചോനെന്നാണോ? അതിന് അറബിയിൽ വേറെ പദമുണ്ട്, അത് ഖാലിഖ് എന്നാണ്. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ അറബിയിൽ ആ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ആ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ പടച്ചവനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ മനുഷ്യ മനസ്സുകളിലുണ്ടാകും. അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ദൈവമല്ലെന്ന് പറഞ്ഞല്ലോ. അൽ ഇലാഹ് എന്ന അറബി പദത്തിൽ നിന്ന് നിഷ്പന്നമായിരിക്കുന്ന ആ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്
അറബികളുടെ ഗോത്ര ദൈവമെന്നല്ല, മുസ്ലിങ്ങളുടെ ദൈവമെന്നല്ല, ഇന്ത്യക്കാരുടെ ദൈവമെന്നല്ല, അറബ്യക്കാരുടെ ദൈവമെന്നല്ല. സാക്ഷാൽ ആരാധന നർത്തം വരുന്ന അറിയപ്പെട്ട ദൈവമെന്ന് പറയപ്പെടാവുന്ന രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, നൈവേദ്യം അർപ്പിക്കപ്പെടുന്ന, കുമ്പിടപ്പെടുന്ന, ചോദിക്കപ്പെടുന്ന ഒരുപാട് ശക്തികളും വ്യക്തികളും ലോകത്തുണ്ടാകാം. അവരൊന്നും അറിയപ്പെടുന്ന ദൈവമല്ല. കാരണം ഈ ഭൂമി ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന ഒരേയൊരു ശക്തി അവൻ മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ദൈവമായിരിക്കണം. അറബി ബൈബിള് മറിച്ചു നോക്കിയാൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു എന്നാണ്. അഥവാ അല്ലാഹു എന്ന പദപ്രയോഗം സാക്ഷാൽ പടച്ചവന് പരിചയപ്പെടുത്തുന്ന പദപ്രയോഗമാണ്. അല്ലാഹുവിനെ അവൻ സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്ന ആ പരിചയപ്പെടുത്തലിലാണ് മനുഷ്യരെ പടച്ചോനെ മനസ്സിലാക്കേണ്ടത്. ആ പടച്ചവന് നമ്മളോടുള്ള സ്നേഹം പോലെ ലോകത്ത് മറ്റാർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വവും അവന്റെ തൗഹീദും അവനെ പറ്റിയുള്ള വിശ്വാസവും വിശ്വാസികളിലും മനുഷ്യരിലും ഉണർത്തുന്നത് ഞാനിവിടെ ആദ്യം ഊതിവെച്ച ആയത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ് ഖുർആൻ വിളിക്കുന്നത്. മനുഷ്യരായി പിറന്ന മുഴുവൻ മനുഷ്യരെയും സർവ്വലോക രക്ഷിതാവായ പടച്ചവൻ വിളിക്കുകയാണ്. എന്നിട്ട് സൂറത്തു അൽ ബഖറയുടെ 21-ാമത്തെ ആയത്തിൽ പറയുന്നു അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികൾ ആരാണോ സൃഷ്ടിച്ചത്. ഒരൽപ്പസമയം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മളെ പടച്ചത് ആരാ? മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെറുക്കപ്പെടുന്ന ഒരു രേതസ്കണമായിരുന്നില്ലേ നമ്മള്? ആ രേതസ്കണം പിന്നീട് രക്തക്കട്ടയായി, രക്തക്കട്ട മാംസപിണ്ഡമായി, മാംസപിണ്ഡം അസ്ഥികൂടമായി, അസ്ഥികൂടത്തെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ് അവസാനം ഒരു മനുഷ്യക്കുഞ്ഞായി നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നു. ആരാ പ്രിയമുള്ളവരെ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ളത്? ആരാ നമ്മുടെ ശരീരത്തിന്റെ കണ്ണും കാതും കാലും തന്നിട്ടുള്ളത്? ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത് ആരാ? ഇന്ന് ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, ചോദിക്കപ്പെടുന്ന ഏതെങ്കിലും ശക്തികൾക്ക് അതിൽ പങ്കുണ്ടോ? ആരെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അതിന്റെ പിന്നിലുള്ള കൈകാര്യകർത്തൃത്വം അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ടോ? തീർന്നില്ല. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു ഒന്നുകൂടി വിശദീകരിക്കുന്നു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാആ. ഹേ മനുഷ്യ, നീ ആലോചിച്ചു നോക്ക്, ഭൂമിയെ നിനക്ക് വിരിപ്പാക്കി തന്നത് ആരാ? ഇത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരോടുമാണ് പടച്ചവൻ ഉണർത്തുന്നത്. നീ ഭൂമിയിൽ ഒരു അതിഥി മാത്രമാണെന്ന് ഖുർആൻ ഉണർത്തുകയാണ്. കാരണം ഭൂമി പടച്ചോന്റെതാണ്. അതിഥികൾക്ക് ചില മര്യാദകളില്ലേ? എന്റെ വീട്ടിൽ നിങ്ങൾ അതിഥികളായി വന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ പറയും പോലെ കേൾക്കണട്ടോ, എന്നാലേ എന്റെ വീട്ടിൽ താമസിപ്പിക്കുള്ളൂ. നിങ്ങൾ ഈ മുറിയിൽ കിടന്നോളൂ, അത് വായിച്ചോളൂ, ഇത് ഭക്ഷിച്ചോളൂ, അതെടുക്കരുത്, അവിടെ പോകരുത്, അത് കാണരുത്. ഇത് പറഞ്ഞാൽ അത് പാലിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ബുദ്ധിയും ചിന്തയുമുള്ള മനുഷ്യ, ഭൂമിയിൽ നിനക്ക് മാത്രമാണ് ബുദ്ധിയും ചിന്തയും തന്നിട്ടുള്ളത്, മറ്റ് ജീവജാലങ്ങൾക്കില്ല. പക്ഷേ ഭൂമിയിൽ നീ മാത്രമാണ് നന്ദി കെട്ട ജീവിതം നയിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ നന്ദി ബോധമില്ലേ? പട്ടിക്ക് ഭക്ഷണം കൊടുത്തു നോക്ക് നിങ്ങൾ, നിങ്ങളെ കാണുമ്പോ വാലാട്ടുമാ സാധുജീവി. നായക്ക് ഭക്ഷണം കൊടുത്തു നോക്ക് നിങ്ങൾ, രാത്രി നേരം നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കും. പോത്തിന് ഭക്ഷണം കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും. കാളക്ക് ഭക്ഷണം കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് വേണ്ടി നുകം വലിക്കും. ആനക്ക് ഭക്ഷണം കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് വേണ്ടി തടി വലിക്കും. കഴുതക്ക് ഭക്ഷണം കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് വേണ്ടി ഭാരം ചുമക്കും. മനുഷ്യ, ഭൂമി പടച്ചോന്റെതാണ്. എന്നിട്ട് അവൻ എണ്ണിപ്പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, ഭൂമി വിരിപ്പാക്കി തന്നത് ഞാനാണ്, ആകാശത്തെ ഇടുപ്പാക്കി തന്നത് ഞാനാണ്, ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിക്കുന്നത് ഞാനാണ്. സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹു എണ്ണിപ്പറഞ്ഞു, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ. ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നിട്ടുള്ളത് പടച്ചോനാണ്. അലം നജഅലിൽ അർള മിഹാദാ. ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്.
വേഗത്തിൽ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കൊച്ചുകുട്ടിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ കൊച്ചുകുട്ടിക്ക് അതിൽ സുഖം നൽകുന്നത് അതിന്റെ ചലനമാണ്. തൊട്ടിലിന്റെ ആട്ടം നിന്നുപോയാൽ കുട്ടി കരയാൻ തുടങ്ങുകയാണ്. ഭൂമി കറങ്ങുന്നുണ്ടെന്നും മറ്റൊന്നിനെ ഭ്രമണം ചെയ്യുന്നുണ്ടെന്നും പഠിപ്പിച്ച മനുഷ്യ, ചലിക്കുന്ന ഭൂമിയിൽ നിനക്കൊരു തൊട്ടിലിന്റെ സുഖദായകമായ സാഹചര്യം ഒരുക്കി തന്നതാരാ? നിന്റെ കൈവിരൽ കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രപഞ്ചത്തിൽ നീ പ്രാർത്ഥിക്കുന്ന, നീ ചോദിക്കുന്ന, നീ പൂജിക്കുന്ന, നീ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തി നിന്റെ മുമ്പിലുണ്ടോ? അതിന്റെ അവകാശീത എടുത്തു പറയുന്നു, നിനക്ക് ഭൂമി ഒരുക്കി തന്നത് ഞാനാണ്, ആകാശത്തുള്ള നക്ഷത്ര കോടികളെ സംവിധാനിച്ചത് ഞാനാണ്. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, നിന്റെ മനോഹരമായ രൂപം, ഈ കണ്ണിന്റെ കൈകാലുകളുടെ ആധാര സൗഷ്ഠവത്തിന്റെ പിന്നിലുള്ള ഡിസൈനർ ആരാ? ഏതെങ്കിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് ജീവികളുടെ ആനിമേഷൻ ചിത്രങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ വിദഗ്ധന്മാര് പടച്ചോന്റെ ഡിസൈനിങ് കടമെടുക്കുകയല്ലാതെ അവർക്ക് നിവൃത്തിയില്ലല്ലോ. 2 കണ്ണു കൊടുത്തിട്ടില്ലെങ്കിൽ, 2 കാല് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിയുടെ രൂപമായി തോന്നുന്നില്ലല്ലോ. ഹേ മനുഷ്യ, നിന്റെ രൂപം ഡിസൈൻ ചെയ്തത് പടച്ചവനാണ്. വറസഖക്കും മിനത്ത് ത്വയ്യിബാത്ത്, നീ ഭക്ഷിക്കുന്ന ഭക്ഷണത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ആ ഭക്ഷണം ഒരൽപ്പം ദുർഗന്ധം വന്നാൽ നീ മാറ്റിവെക്കാറില്ലേ? ആ മാറ്റിവെച്ച ഭക്ഷണം പൂച്ച ഭക്ഷിക്കാറുണ്ട്, കോഴി ഭക്ഷിക്കാറുണ്ട്, നീ ഭക്ഷിക്കാറില്ല. കാരണം പടച്ചോ നിന്നെ ആദരിച്ചിരിക്കുന്നു. ഖുർആൻ ഒരിടത്ത് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ഹേ മനുഷ്യ, അല്ലാഹു നിന്നെ കറാമത്ത് ചെയ്തിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് നീ ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം മിനത്ത് ത്വയ്യിബാത്ത്, സംശുദ്ധമായ ഭക്ഷണം മാത്രമല്ലേ മനുഷ്യരെ നിങ്ങൾ ഭക്ഷിക്കുന്നത്? അതിന്റെ പ്രകൃതം തന്നത് പടച്ചവനല്ലേ? ദലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാ നിങ്ങളനാഥൻ. ഫതബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ, ഇരുലോക രക്ഷിതാവായ പടച്ചതമ്പുരാൻ അനുഗ്രഹപൂർണനാണ്. ഹുവൽ ഹയ്യ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് അവൻ മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, അവൻ ഇപ്പോഴും സജീവനാണ്, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളവനാണ്. അതുകൊണ്ട് ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ, ഇനി നിങ്ങൾക്ക് പാപമോചനം തേടേണ്ടുന്ന ഒരു അവസ്ഥ വന്നാൽ, എല്ലാം ചെയ്തു തന്ന റബ്ബ് ആ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നിന്നോട് പറയുന്നു, ഫദ്ഉഹു, ഇനി എന്നോട് ദുആ ചെയ്യ, എന്നോട് പ്രാർത്ഥിക്ക്. മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി നീ എന്നോട് ചോദിക്കുക കേട്ടോ. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ട് ആ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പടച്ചോൻ പറഞ്ഞു, ഇനി നീ എന്നോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് പഠിപ്പിക്കപ്പെട്ട മനുഷ്യരെന്ന് പറയുന്നു. നമ്മളെങ്ങനെയാ പടച്ചോനോട് നേർക്കുനേരെ ചോദിക്കാന്ന്? പ്രിയമുള്ളവരെ, പടച്ചവനെ പോലെ കരുണയുള്ള ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? പടച്ചവനെ പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? പടച്ചവനെ പോലെ നമ്മളോടതായുള്ള വേറെ ഏതെങ്കിലും ശക്തി ലോകത്തുണ്ടോ? നിങ്ങൾ എത്ര പടച്ചവനെ ധിക്കരിച്ചാലും, എത്ര പാപം ചെയ്താലും, എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്താലും, അതിന്റെ പേരിൽ ദുനിയാവില് പടച്ചവൻ നിങ്ങൾ അതിന്റെ പേരിൽ പെട്ടെന്ന് നിങ്ങളുടെ ശ്വാസം എടുത്തു കളയുന്നില്ല, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം തടയുന്നില്ല, നിങ്ങൾക്ക് രോഗം തന്ന് പരീക്ഷിക്കുന്നില്ല. എന്തിന്റെ പേരില്? നിങ്ങൾ പടച്ചോനെ തെരുവിളിക്കുന്നു എന്നതിന്റെ പേരില്, പടച്ചോനില്ല എന്ന് പറയുന്നതിന്റെ പേരില്. കാരണം പടച്ചവൻ ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളോടും അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അവനെ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും, അവനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്ന പള്ളിയിൽ നിന്ന് വിളിയാളം കേൾക്കുമ്പോഴും കിടന്നുറങ്ങിയാലും ഒരു മുസ്ലിമാണെങ്കിലും ആ ദിവസം അതുകൊണ്ട് മാത്രം അവന് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം പടച്ചവൻ കൊടുക്കുന്നില്ല. കാരണം അല്ലാഹു റഹ്മാനാൻ, പടച്ചവൻ വളരെയധികം കരുണയുള്ളവനാണ്. ആ പടച്ചവൻ തെറ്റ് ചെയ്തു പോയ മനുഷ്യരെ വിളിക്കുന്നു. ആളുകളുടെ തെറ്റിദ്ധാരണ അവിടെയല്ലേ? നമ്മൾ സാധാരണക്കാരല്ലേ? നമ്മൾ പാപികൾ അല്ലേ? നമ്മൾ എങ്ങനെയാ പടച്ചവനോട് നേർക്കുനേരെ ചോദിക്കുക? അള്ളാഹുവിനോട് അടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ അമ്പിയാക്കളുണ്ടല്ലോ, അള്ളാഹുവിനോട് അടുപ്പമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടല്ലോ. ആ അമ്പിയാക്കളോട് ഔലിയാക്കളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അള്ളാഹിനോടൊന്ന് ശഫാഅത്ത് പറയുമ്പോഴല്ലേ നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമാകുന്നത്, കിട്ടാൻ എളുപ്പമുള്ളത് എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിശ്വാസിയുണ്ടെങ്കിൽ അവരെ ഖുർആൻ തിരുത്തുകയാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്.
സ്വന്തം ശരീരങ്ങളോട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അതിക്രമം കാണിച്ച അടിയാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചു പറയുന്നവന്റെ അടിയാന്മാരെ വിളിച്ചു പറയുന്നു, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി എന്നതിന്റെ പേരിൽ പടച്ചവന്റെ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശരാക്കണ്ട. അള്ളാഹുവിന്റെ കരുണയുടെ കവാടങ്ങൾ എപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രമേൽ തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും, എത്രമേൽ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ചു പോയവരാണെങ്കിലും ഞാനെങ്ങനെ ആ പടച്ചവനോട് നേർക്കുനേരെ ചോദിക്കുക എന്ന് ചിന്തിക്കണ്ട. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് കേട്ടോ. അപ്പൊ അള്ളാഹുവിനെ കൃത്യമായ ഒരാള് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പടച്ചതമ്പുരാൻ നമ്മളെ എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചിടത്തിലേക്കും വിശ്വാസത്തിലേക്കും കൃത്യമായി നമ്മൾ കടന്നു വരും. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന, അള്ളാഹുവിലുള്ള ഈമാൻ കൊണ്ട് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന നേട്ടം, അത് അമ്നാണ്, നിർഭയത്വമാണ്, അത് മനസ്സമാധാനമാണ്, അത് ഏകനായൊരു പടച്ചവന്റെ പാശം പിടിച്ചതുകൊണ്ട് ലഭ്യമാകുന്ന നേട്ടമാണ്. ആ നേട്ടം മനുഷ്യർക്ക് ലഭിക്കണോ? കൃത്യമായ ഈമാനുണ്ടാകണം, അള്ളാഹുവിലുള്ള വിശ്വാസം കൃത്യമായിരിക്കണം. റബ്ബെല്ലാം ചെയ്തു തന്നവനാണെന്ന് എണ്ണി പറഞ്ഞിവിടെ പറഞ്ഞല്ലോ, ഫദ്ഉഹു, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. എല്ലാം ചെയ്തു തന്ന നാഥൻ, എല്ലാം കേൾക്കുന്നവനാണ്, ഇപ്പോഴും ജീവനുള്ളവനാണ്, ഇപ്പോഴും സജീവനാണ്. പക്ഷേ പടപ്പുകളോ അവർക്ക് ജനിമൃതികളുള്ളവരാണ്, അവർക്ക് പരിധികളുള്ളവരാണ്, അവർക്ക് മയക്കമുള്ളവരാണ്, അവർക്ക് മരണമുള്ളവരാണ്. ലോകത്ത് ഇന്ന് ആരാധിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന ആരെയൊക്കെ നോക്കി നിങ്ങൾ, അവരൊക്കെ ഒരു കാലത്ത് ജനിച്ചവരോ ഒരു കാലത്ത് മരണപ്പെടുന്നവരോ, ചിലപ്പോഴൊക്കെ ഉറക്കമുള്ളവരോ ചിലപ്പോഴൊക്കെ മയക്കമുള്ളവരോ ഒക്കെ അല്ലേ? അത്തരം ആളുകളോട്, അത്തരം വ്യക്തികളോട് ചോദിക്കാമോ? ലോകത്ത് മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിക്കാൻ പറഞ്ഞതെന്താ? കുൽ നബിയെ ജനങ്ങളോട് പറഞ്ഞേക്കണം, ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, സൃഷ്ടിച്ച നാഥനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, സൃഷ്ടിച്ച തമ്പുരാനോടാണ് ചോദിക്കേണ്ടത്. നന്ദി ബോധത്തിന്റെ ഒന്നാമത്തെ അടയാളം അവിടെയാണ്. ഒരു വ്യക്തി പടച്ചവനോട് കാണിക്കുന്ന നന്ദി ബോധത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം അതാണ്. എന്റെ നാഥനാണ് എനിക്കെല്ലാം നൽകിയത്, അവനാണ് എന്റെ മനസ്സറിയുന്നത്, അവനല്ലാത്ത ലോകത്തൊരു മനുഷ്യനും എന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയാൻ കഴിയുകയില്ല. അത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ആലിമുൽ ഗൈബ് അല്ലാഹ് മാത്രമാണ്, അദൃശ്യജ്ഞാനമുള്ളത് പടച്ചവര് മാത്രമാണ്. ലോകത്ത് അല്ലാഹു ഏതെങ്കിലും അമ്പിയാക്കൾക്ക് അദൃശ്യജ്ഞാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പരിധിയുണ്ട്, അതിനൊക്കെ പരിമിതിയുണ്ട്. എല്ലാ സമയത്തും അവര് കണ്ടിരുന്നില്ല, എല്ലാ നേരത്തും അവരറിഞ്ഞിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട മനുഷ്യരെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു നാഥനുണ്ടെന്നും ആ നാഥനെ പോലെ നമ്മുടെ മനസ്സറിയുന്ന ലോകത്തൊരാളുമില്ല, ആ നാഥനെ പോലെ നമ്മളോട് കരുണയുള്ള ലോകത്താരുമില്ല, ആ പടച്ചവനെ പോലെ നമ്മളോട് ഇഷ്ടമുള്ള ലോകത്ത് മറ്റൊരാളുമില്ല. ആ പടച്ചവൻ എപ്പോഴും നമുക്ക് വേണ്ടി കരുണയുടെ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനോട് ചോദിക്ക്, അവനോട് പ്രാർത്ഥിക്ക്, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഓരോ വിശ്വാസിയും അവന്റെ നെഞ്ചോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ദിവസം 17 തവണ പറയേണ്ടുന്ന വാക്യമാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ വക പറഞ്ഞിട്ട് ആളുകൾ അത് നമ്മുടെ വകയാണെന്ന് ധരിക്കണ്ട. മരണപ്പെട്ടുപോയ കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങള്, അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ജനങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പുറത്തിറക്കിയ ഒരു മലയാള പരിഭാഷയിൽ പറയുന്നത് കാണാം, നമ്മ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം ചോദിക്കുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശ്യം. പ്രാർത്ഥനയാകട്ടെ ആരാധനയുടെ ഭാഗമാണ് താനും. അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് വിശുദ്ധ ഖുർആന്റെ താല്പര്യമാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശമാണ്. മഹാന്മാരായ സഹാബികൾ നടന്നുപോയ ദർശനം അതാണ്, രീതി അതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം അതാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം വിട്ടിട്ട് അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ, അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പാപമോചനം തേടുകയോ, അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ നോക്ക്. നിങ്ങൾ ലോകത്ത് മഴ വർഷിപ്പിക്കുന്നവൻ ആരാ? وأنزلنا من المعصرات ماء ثجاجا. മേഘക്കീറുകളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിക്കുന്നവൻ നാമാണെന്ന് പടച്ചതമ്പുരാൻ പറയുമ്പോ അള്ളാഹുവിനെ പുറമെ ലോകത്ത് ആർക്കെങ്കിലും മഴ വർഷിപ്പിക്കുവാനുള്ള അധികാരമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അത് പടച്ചവരിൽ മാത്രം നിക്ഷിപ്തമാണ്. എവിടത്തേക്ക് എങ്ങനെയൊക്കെ മഴ പെയ്യിപ്പിക്കണമെന്ന് അതിനുവേണ്ടി കടലിൽ നിന്ന് നീരാവി മുകളിലേക്ക് പൊക്കുന്നതവനാണ്. അത് ആകാശത്തെ മേഘക്കേറുകളിൽ മേഘമായിട്ട് സ്വരൂപിച്ചു കൂട്ടുന്നതും അവനാണ്. കാറ്റിനെ പറഞ്ഞേക്കുന്നതവനാണ്. ഇതൊക്കെ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. 1400 വർഷം മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഓതി കേൾപ്പിക്കുമ്പോ മഴ പെയ്യുന്നത് എങ്ങനെ എന്നുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തം നടന്നിട്ടില്ല കേട്ടോ. ഏതായിരുന്നാലും ഖുർആൻ അത് പറയുന്നത് ഇതൊക്കെ നാമാണ് കേട്ടോ. നാമാണ് കാറ്റിനെ പറഞ്ഞയക്കുന്നത്, നാമാണ് മഴയെ വർഷിപ്പിക്കുന്നത്, നാമാണ് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു തരുന്നത്. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ചില വിശ്വാസം നമുക്കിടയിൽ കടന്നു വന്നപ്പോ കുത്തുബിയ്യത്ത് എന്ന് പറഞ്ഞ പല വീടുകളിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയ്യത്തില് മുഹയ്യിദ്ദീൻ ശൈഖാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് പറയുന്നു. യാ കുതുബ അഹ്ലിസ് സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. ഈ കുത്തുബിയ്യത്തിന്റെ വരിക്ക് ഞാൻ എന്റെ വക അർത്ഥം പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് കരുതേണ്ടതില്ല. കേരളത്തിൽ കുത്തുബിയ്യത്തിന്റെ പരിഭാഷ പുറത്തിറക്കിയ ഒരു മുസ്ലിയാര് പറയുന്നത് കാണാം, ആകാശഭൂമിയുടെ കുത്തുബും ഗൗസുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ മുഹയ്യിദ്ദീൻ ശൈഖാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന വിശ്വാസം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്തതാണ്. ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന കുത്തുബിയ്യത്ത് ചൊല്ലാൻ വിശ്വാസികൾ തയ്യാറാകാത്തതും അതുകൊണ്ടാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല, അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമല്ല, അത് സഹാബികളോ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിച്ച വിശ്വാസമല്ല. അങ്ങനെ അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന ഇത്തരം വിശ്വാസങ്ങൾ ഒരു മുസ്ലിമിന് പാടില്ലാത്തത് കൊണ്ടാണ്. അത്തരം വിശ്വാസത്തിലൂടെ ചോദിക്കുന്ന ചോദ്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വഴി കാണിക്കേണ്ടതാരാ? അവന് ഹിദായത്ത് നൽകേണ്ടതാരാ? ഓരോ 5 വഖത്ത് നമസ്കാരത്തിലും അവൻ പടച്ചവനോടാണ് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ എന്നെ നേർമാർഗത്തിലൂടെ നയിക്കണമേ എന്ന്. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ആളെ വഴി നടത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഖുർആനാ പറഞ്ഞത്, നമ്മളല്ല. അവിടത്തേക്ക് സംരക്ഷണം കൊടുത്ത, അവിടത്തേക്ക് എപ്പോഴും അഭയം കൊടുത്ത, ശത്രുക്കളിൽ നിന്ന് സുരക്ഷ കൊടുത്ത അബൂ താലിബ് മരിക്കുന്ന സമയത്തൊന്ന് നേരെയാകണമെന്ന് ആഗ്രഹിച്ച സമയത്ത്, ഹിദായത്തിലെത്തണമെന്ന് ചിന്തിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ പരിശ്രമിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ അതിനെ തിരുത്തുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ഹിദായത്തിലാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സാധിക്കില്ലെങ്കിൽ ഹിദായത്തിന്റെ വഴി കാണിക്കാൻ മുത്തുനബിക്ക് സാധിക്കുമെന്ന് ഇന്നക യഹ്ദി എന്ന പദപ്രയോഗത്തിലുണ്ട്. പക്ഷേ ഹിദായത്തിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് പറയുമ്പോ കുത്തുബിയ്യത്തിലൂടെ മുഹയ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത് എന്താ? സിർഫു ആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. മുഹയ്യിദ്ദീൻ ശൈഖേ, എന്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച നൽകണമേ, നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. അതിനുള്ള കഴിവ് അല്ലാഹു അങ്ങക്ക് നൽകിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന്റെ ഉടമസ്ഥൻ അങ്ങ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് നേർവഴി ചോദിക്കുന്ന ഈ പദപ്രയോഗം മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്തത് എന്തുകൊണ്ടാ? അല്ലാഹു ആണ് ഹിദായത്ത് നൽകുന്നവൻ, അല്ലാഹു ആണ് വഴി കാണിക്കുന്നവൻ, അല്ലാഹു ആണ് നേർമാർഗത്തിലാക്കുന്നവൻ. അത് ചോദിക്കേണ്ടതും അവനോട് മാത്രമാണ്. കാരണം അവനല്ലാത്ത ലോകത്തൊരാൾക്കും അത് നൽകാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന് മാത്രം വിശേഷപ്പെട്ട ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ പാപം പൊറുക്കുമോ?
പൊറുക്കില്ലെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കേണ്ടത്, പറയേണ്ടത്, ഖുർആന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടത്. പക്ഷേ അതേ പാപമോചനം തന്നെ മുത്തുനബിയോട് ചോദിക്കുന്ന മങ്കൂസ് മൗലിദിന്റെ വരികൾ എന്തുകൊണ്ടാ വിശ്വാസികൾ മങ്കൂസ് മൗലിദ് പാടാൻ വരാത്തത്? സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമല്ല എന്ന് പറയാനുള്ള കാരണമെന്താ? ഖുർആനിന്റെ ഈ ചോദ്യമാണ്. അള്ളാഹു മാത്രമേ നമുക്ക് പാപമോചനം നൽകുന്നവരുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ പാപമോചനം തേടേണ്ടത്. റബ്ബിനോടാണ് നമ്മൾ മഗ്ഫിറത്ത് ചോദിക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നല്ലാതെ വേറൊരാളും നമുക്ക് പാപമോചനം നൽകാനില്ല. ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന ആദർശമാണെങ്കിൽ ഇതേ ആദർശത്തിൽ നിന്ന് വിട്ടു സഞ്ചരിച്ചപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്നിടത്തേക്ക് ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് എങ്ങനെ നമ്മൾ നേർക്കുനേരെ ചോദിക്കുമെന്നുള്ള അന്ധവിശ്വാസം കടന്നു വന്നത് പോലും അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. റബ്ബ് നമ്മളോട് കരുണയുള്ളവനാണെന്നും റബ്ബിനോട് ഏത് സമയത്ത് ചോദിച്ചാലും അവൻ തൗബ സ്വീകരിക്കുന്നവനാണെന്നും നിങ്ങൾ ചോദിക്കാൻ അവൻ കാത്തിരിക്കുകയാണെന്നും ആ ചോദ്യം അവൻ ഇഷ്ടമാണെന്നും അള്ളാഹുവിനോട് ചോദിക്കുന്നത് ചോദിക്കും തോറും ഇഷ്ടം കൂടുമ്പോ പടപ്പുകളോട് ചോദിക്കും തോറും അനിഷ്ടം വർദ്ധിക്കുകയല്ലേ? നിരന്തരം നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ ചോദിച്ചുകൊണ്ടേയിരുന്നു വിചാരിച്ചു. പിന്നെ നിങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യും? ദാ എന്തെങ്കിലും ചോദിക്കുക ചങ്ങായി മാറിയാണ്. ഇത് മനുഷ്യരുടെ പ്രത്യേകതയാണ്. അല്ലാഹുവോ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ലായിരുന്നു. ദുആ ചെയ്യുന്തോറും പടച്ചോന് ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന് നന്ദി ബോധമുള്ളവരായി തീർക്കുക. സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നന്ദി ബോധമുള്ളവരായി മനുഷ്യരായി തീരണം. ആ നന്ദി ബോധം ഇഹലോകത്ത് അവൻ എങ്ങനെയാ സമാധാനം നൽകുന്നത്? ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞത് ഏത് പ്രതിസന്ധി വന്നാലും എന്നെ സൃഷ്ടിച്ച നാഥൻ മതി എന്ന് തീരുമാനിച്ചവൻ ബലിഷ്ഠമായ ഒരു പാശത്തിൽ പിടിച്ചവനെ പോലെയാണ്. മറ്റോനെ എവിടെ ചോദിക്കണമെന്നറിയില്ല, ആരോട് പറയണമെന്നറിയില്ല. ഒരുപാട് കേന്ദ്രങ്ങൾ, ഒരുപാട് ആളുകൾ. അതുകൊണ്ട് തന്നെ ഖുർആൻ അവരെ ഉദാഹരിച്ചത് എങ്ങനെയാണെന്നറിയോ? ആകാശത്തുനിന്ന് വീണോനെ പോലെയാണ്. ആര്യമ്പാവിനടുത്തെവിടെയാണോ അടുത്ത ദർഗയുള്ളത് ആദ്യം അവിടെ ഒന്ന് പോയി നോക്കും. തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ ആദ്യം ഒന്ന് നാട്ടുകല്ലിൽ പോയി നോക്കും. പിന്നെ അതിന്റെ അപ്പുറത്തെവിടേക്കെങ്കിലും ഒന്ന് പോയി നോക്കും. പിന്നെയൊന്ന് പുത്തമ്പള്ളി പോയി നോക്കും. പിന്നെയൊന്ന് മമ്പുറത്ത് പോയി നോക്കും. പിന്നെയൊന്ന് മടവൂരിൽ പോയി നോക്കും. ഇവിടേക്കൊക്കെ പോയി അവിടേക്കൊക്കെ പണം കൊടുത്ത് തിരിച്ചു വന്നാലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെങ്കിലോ ഖുർആൻ ഉദാഹരിച്ച ഉദാഹരണം ഫകഅന്നമാ ഖറ മിനസ്സമാ, തന്റെ പ്രശ്നം പരിഹരിക്കാൻ പടച്ചവനല്ലാത്ത വേറൊരാളുമുണ്ട് എന്ന ഒരു പങ്ക് ചേർക്കൽ ഒരു മനുഷ്യനിൽ വന്നാൽ, എന്റെ പാപം പൊറുക്കാൻ അള്ളാഹു അല്ലാത്ത വേറൊരാളുമുണ്ട്, എനിക്ക് കുട്ടികളെ തരാൻ പടച്ചോനല്ലാത്ത വേറൊരാളുമുണ്ട്, അതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെന്നുള്ള ചിന്തയോടുകൂടി ഒരാൾ ജീവിച്ചാൽ അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. ഏത് പടുകുഴിയിലും അവൻ പോയി പതിച്ചേക്കാം. പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോയേക്കാം. കാറ്റവനെ വഹിച്ചു കൊണ്ടുപോയേക്കാം. ഞാൻ ആരോടാ പറയേണ്ടത്? ആരോടാ ചോദിക്കേണ്ടത്? അങ്ങനെ അലഞ്ഞു നടക്കുന്നവനായി തീരും. ആരോട് പറയണമെന്നറിയാതെ അങ്ങ് ഭീമാപ്പള്ളി മുതൽ ഉള്ളാളത്ത് വരെ നീണ്ടുകിടക്കുന്ന ദർഗകളുടെ പരമ്പരകൾ എത്രയാ? ആരോട് ചോദിക്കണം? എല്ലാവരും കറാമത്ത് പറയുന്നു, എല്ലാവരും അത്ഭുതം പറയുന്നു. ആരോട് പറയണം? ആര് റെക്കമെന്റ് പറയും? ആരോട് ചോദിക്കണമെന്നറിയാതെ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന അപ്പൂപ്പൻ താടിയെ പോലെ ആയിത്തീരും അവൻ. എന്നാൽ അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ച തൗഹീദുള്ള ഒരാളോ ഓരോ 5 വഖത്ത് നമസ്കാര ശേഷവും അവൻ റബ്ബിനോട് പറയും, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. പടച്ചോനെ, എന്റെ പ്രശ്നം പരിഹരിക്കാൻ നീ മാത്രമേയുള്ളൂ. നീ തന്നത് തടയാൻ ആളില്ല, നീ തടഞ്ഞത് തരാനും ആളില്ല. പറയേണ്ട കാര്യം പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബലിഷ്ഠമായ ഒരു പാശം പിടിച്ചതുപോലെ, ഒരു കയറ് പിടിച്ചതുപോലെ അത് വിട്ടുപോകണ്ട. കാരണം ഉത്തരം കിട്ടേണ്ടത് അവിടെ നിന്നാണ്, പരിഹാരം വരേണ്ടത് അവിടെ നിന്നാണ്. അവൻ രാജാതിരാജനാണ്. അവൻ മനസ്സിന്റെ നൊമ്പരങ്ങളും പ്രതീക്ഷകളും നിരാശകളും പ്രവർത്തനങ്ങളും കേൾക്കുന്നവനാണ്. അവനെ പോലെ എന്റെ മനസ്സറിയുന്നവൻ ലോകത്താരുമില്ല. അവനെ പോലെ എന്നോട് കരുണയുള്ളവൻ ലോകത്താരുമില്ല. അതുകൊണ്ട് പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസികൾക്ക് സമാധാനമാണ്, മനസ്സമാധാനമാണ്.
രണ്ടാമത്തെ നേട്ടം ചൂഷണമുക്തമായ വിശ്വാസ ജീവിതമാണ്. ചൂഷണം ചെയ്യപ്പെടുകയല്ലേ വിശ്വാസം മുഖേനെ. നോക്കൂ നിങ്ങള്, ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിൽ നിന്ന് പാലക്കാട് എത്തുമ്പോഴേക്ക് റോഡരികിൽ എത്രയെത്ര മക്കാമുകളും ദർഗകളും ഉണ്ടെന്നറിയുമോ? ആ ചുരമിങ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒടുങ്ങാക്കാട് മക്കാമുണ്ട്. ബസ്സിൽ നിന്ന് ആളുകൾ നാണയത്തുട്ടുകൾ അതിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് കാണാം. ഇവിടെ നാട്ടുകല്ലിലും അവിടെ മക്കാമിലെ ദർഗപ്പെട്ടിയിൽ കൊണ്ടുപോയി പണമിടുന്നത് കാണാം. മമ്പുറത്തുണ്ട്, കുഞ്ഞിപ്പള്ളിയിലുണ്ട്, പക്രന്തളത്തിലുണ്ട്, നാടുകാണിയിലുണ്ട്. ഇവിടേക്കൊക്കെ ആളുകൾ പണമെറിയുന്നത് കാണാം. ആലോചിക്കണം പ്രിയമുള്ളവരെ, ചിന്തിക്കണം ബുദ്ധിയുള്ള മനുഷ്യരെ. നിങ്ങൾ ആലോചിക്കുക, ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് വിചാരിക്ക്, ഞാനൊരു ദരിദ്രനാണ്. എന്റെ പോക്കറ്റിൽ എറിഞ്ഞു കൊടുക്കാൻ നാണയത്തൊട്ടില്ല, എന്റെ പോക്കറ്റിൽ ഭണ്ഡാരപ്പെട്ടിയിടാനുള്ള പണമില്ല. പക്ഷേ ഈ കൊടുക്കുന്നവനെ പോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, മോഹങ്ങൾ എനിക്കുണ്ട്, അഭിലാഷങ്ങൾ എനിക്കുണ്ട്. കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരില്, എറിഞ്ഞു കൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരില് ഞാൻ സഞ്ചരിക്കുന്ന യാത്രാവാഹനം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കില്ലേ പടച്ചോൻ? എനിക്കുണ്ടായ രോഗം മാറ്റിത്തരില്ലേ പടച്ചോൻ? ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ? എനിക്ക് വിസ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് തരില്ലേ പടച്ചോൻ? എന്റെ കുടുംബത്തിൽ സമാധാനം തരില്ലേ പടച്ചോൻ? കൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരില് പണക്കാരന്റെ പണത്തിന്റെ കനം നോക്കി പ്രസാദിക്കുന്ന പടച്ചവനെ പരിചയപ്പെടുത്തിയതാരാ? അത് മതമല്ല, അത് വേദഗ്രന്ഥമല്ല, അത് വിശുദ്ധ ഖുർആനല്ല, അത് പടച്ച തമ്പുരാനും അല്ല, അത് ചൂഷകരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കാൻ പഠിപ്പിച്ചത് എന്തിനാ? ആ ഭണ്ഡാരപ്പെട്ടിയിൽ പോയി പണമിടാനാണോ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ഒരു അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വിശ്വാസികളൊന്ന് ആലോചിക്കണേ. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഖബർ സന്ദർശിക്കാൻ പഠിപ്പിച്ചത് എന്തിനാ? ആ ഖബർ സന്ദർശനം നമ്മൾ നടത്തണം കേട്ടോ. പക്ഷെ ഇന്ന് നടക്കുന്ന ഖബർ സന്ദർശനം ചൂഷണമാണ്. പണക്കാരന്റെ പണത്തിന്റെ കനം നോക്കി പ്രസാദിക്കുന്ന പടച്ചവനെ പരിചയപ്പെടുത്തുന്ന ഏർപ്പാടാണ്. നിങ്ങൾക്ക് പണമുണ്ടോ? കൊടുക്കാനുള്ള മാർഗം ഇസ്ലാമിലുണ്ട്. അത് പാവങ്ങളിലേക്കുള്ള സക്കാത്താണ്, പാവങ്ങളിലേക്കുള്ള ധർമ്മമാണ്. അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ ഇട്ടാൽ മാത്രം രോഗം മാറുമെന്ന് ചിന്തിക്കണ്ട. ഭണ്ഡാരപ്പെട്ടിയിൽ പണമിട്ടവന്റെ മാത്രം യാത്രാവാഹനം അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് മനസ്സിലാക്കണ്ട. ഖബറിന്റെ ഭണ്ഡാരപ്പെട്ടിയിൽ പണമിടുന്ന ഏർപ്പാട് ലോകത്തിന്റെ നേതാവ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിലില്ല. സഹാബികൾ ആചരിച്ചു വന്ന ദീനല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ച അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആചാരവും അല്ല. ശരിക്കും ആലോചിച്ചോ? നമ്മളെ പരലോകത്തിന്റെ വിഷയമാണ്. നമ്മളെ പൈസ അങ്ങോട്ട് പോകും, ദുനിയാവിൽ നമ്മളെ ചൂഷണം ചെയ്യപ്പെടും. പ്രിയമുള്ളവരെ, എന്തിനാ ഖബർ സന്ദർശനം? എന്തിനാ ഖബർ സന്ദർശിക്കേണ്ടത്? ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഖബർ സന്ദർശനം. ഇവിടെ സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനൊക്കെ പറഞ്ഞില്ലേ, ജീവിതം അങ്ങ് അടിച്ചുപൊളിക്കാണ് മനുഷ്യന്മാര്. എന്തിനാ ജീവിക്കുന്നതെന്നറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പോത്തുകളെ പോലെ. ആ പോത്തുകൾക്കെങ്കിലും മനുഷ്യര് കൊടുക്കുന്ന ഭക്ഷണത്തിന് നന്ദിയുണ്ട്. പക്ഷേ മനുഷ്യനോ? അള്ളാഹു നൽകിയ ജീവിതം കൊണ്ട് അവൻ അടിച്ചു പൊളിക്കുകയാണ്. കുറെ തിന്നുന്നു, കുറെ കുടിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു, കുറെ സന്താനങ്ങൾ ഉണ്ടാക്കുന്നു. പോത്തും അത്ര തന്നെയേ ചെയ്യുന്നുള്ളൂ. കുറെ തിന്നുന്നു, കുറെ കുടിക്കുന്നു, പിന്നെ കുറെ ഉറങ്ങുന്നു, പിന്നെ കുറെ സന്താനങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യ, ഇതിന്റെ അപ്പുറത്തേക്ക് നിന്റെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാ ഉള്ളത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായ അജണ്ടയുണ്ട് നിന്റെ ജീവിതത്തിന്. നിനക്ക് ജീവിതം നൽകിയ പടച്ചവനത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അഫഹസിബുത്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങളെ വെറുതെ പടച്ചതാണ് നിങ്ങൾ വിചാരിക്കണ്ട. വളരെ കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. അത് മരണാനന്തര ജീവിതമാണ്. മരണാനന്തരം ഒരു ലോകം വരാനുണ്ട്. ആ ചിന്ത വേണം മനുഷ്യന്. ആ ചിന്തയുണ്ടെങ്കിൽ അവൻ നന്നാകും. അവൻ പടച്ചവനിലേക്ക് അടുക്കാൻ ശ്രമിക്കും. ഞാനൊരു ഖബർ സന്ദർശിച്ചാൽ, ഞാൻ പള്ളിക്കാട്ടിലേക്ക് പോയാൽ, ആ പള്ളിക്കാട്ടിൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളുണ്ട്. എനിക്കിപ്പോ 35 വയസ്സായിട്ടേ ഉള്ളൂ. കാര്യമായ രോഗപ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ 50 വയസ്സായി, കുഴപ്പമൊന്നുമില്ല, ഇനിയൊരു 10-30 കൊല്ലം ജീവിക്കാനുള്ള ആരോഗ്യം എന്നിലുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ 25 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്,
എപ്പോഴാണോ നിന്റെ മരണം സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ബൈക്കൊന്ന് തെന്നിമറിഞ്ഞു റോഡിൽ നിന്റെ തലയോട്ടി ചിഹ്നിച്ചു തുറന്ന അവസ്ഥ നാളെ നേരം കൊടുക്കുമ്പോഴാണോ എന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്തും മരണം കടന്നു വന്നെത്തും. പിന്നെ നീ ഒറ്റക്കാണ് കേട്ടോ കബറില്. ആ കബറിടത്തിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് അതാണ്. എന്റെ ഉമ്മയാണ് ഈ കബറിൽ കിടക്കുന്നത്, എന്റെ ഉപ്പയാണ് ഈ കബറിൽ കിടക്കുന്നത്, എന്റെ സുഹൃത്താണ് ഈ കബറിൽ കിടക്കുന്നത്. എന്നിട്ട് എന്തുണ്ടായി? ജീവിതകാലം മുഴുവനും സമ്പാദിച്ച വല്ല സമ്പാദ്യവും അവന് നേട്ടമുണ്ടാക്കിയോ? ഇല്ല. അവന്റെ ക്രെഡിറ്റ് കാർഡുകൾ അവന് ഉപയോഗപ്പെട്ടില്ല. അവന്റെ കൂട്ടുകാർ അവന്റെ കൂടെ വന്ന് കിടക്കുന്നില്ല. ബ്രാൻഡിയുടെ ബിയറിന്റെ കുപ്പികൾ പരസ്പരം ചേസ് പറഞ്ഞ് ആഹ്ലാദിച്ച, പാതിരാവിന്റെ നിശബ്ദതകൾ ഭേദിച്ച് പാട്ടുപാടി ജീവിച്ച അവന്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഇന്നലെ വരെ അവന്റെ കൂടെ. പക്ഷെ ഇന്ന് ഒറ്റക്കല്ലേ കബറില്. ജീവിതം നൽകിയ പടച്ചവനെ മറന്ന ജീവിതം കൊണ്ട് വരാൻ പോകുന്ന ദുരിതം 1, 2, 3, 10, 15 വർഷമല്ല കേട്ടോ. പരലോകത്തിന്റെ ജീവിതം അനന്തമാണ്. ആ അനന്തമായ ജീവിതത്തെ പറ്റി ഓർത്ത് ദുനിയാവിൽ വല്ലതും സമ്പാദിക്കണം, സൃഷ്ടിച്ച നാഥനോട് നന്ദി കാണിക്കണമെന്ന് പടച്ചവനെ മറക്കുന്ന ആളുകൾക്ക് അലാ ഫസൂറുഹാ, നിങ്ങൾ ഖബറൊന്ന് സന്ദർശിക്ക്. അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ആ ഖബറിടത്ത് പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് അതാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര് നമ്മുടെ കൂടെ വന്ന് കിടക്കാത്ത ലോകം, പൗഡറിട്ട് മിനുക്കിയ നമ്മുടെ മുഖം, ജിംനേഷ്യത്തിൽ പോയി മസിൽ പിടിപ്പിച്ച് നമ്മുടെ ശരീരം ആഹ്ലാദിച്ച അരവം കൊണ്ട് ശരീരത്തിൽ മുഴുവനും വർണ്ണങ്ങൾ വാരി വിതറി ആഹ്ലാദത്തോടെ ജീവിച്ച ജീവിതം എല്ലാം മണ്ണറയിലൊടുങ്ങുകയല്ലേ? കൃത്യം 7 ദിവസം കൊണ്ട് നിന്റെ ശരീരം പൊട്ടിത്തെറിക്കുകയല്ലേ? ജീർണിച്ച് ദുർഗന്ധം വമിക്കുകയല്ലേ? അവിടെ മുഴുവനും ശരീരത്തിൽ മുഴുവനും പുഴുക്കളരിക്കുകയല്ലേ? 2 കണ്ണിന്റെ ഭാഗത്ത് 2 ഓട്ടയുണ്ടാവുകയല്ലേ? അതെങ്ങാനും പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടാൽ നിന്റെ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നിന്റെ ശരീരം അങ്ങ് പൊട്ടിച്ച് ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയെത്തില്ലേ? പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണറയിൽ പോയി കിടക്കേണ്ടവരാണ് നമ്മൾ. ആ ചിന്തയുണ്ടാകാൻ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമില് നീ ഖബർ സന്ദർശിക്കണം. അത് സുന്നത്താണ്. ആ ഖബർ സന്ദർശനം നിന്നെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ പഠിപ്പിക്കുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഖബർ സന്ദർശനം കൊണ്ട് മുത്തുനബി പഠിപ്പിച്ച ആദർശം. പക്ഷേ ഇന്ന് നടക്കുന്നത് എന്താ? ഖബർ എന്ന് പറയുന്നത് തന്നെ പലയിടത്തുമില്ല. ഖബറിലുള്ള ആളുകളുണ്ടോ എന്നറിയില്ല. എന്നിട്ട് അവിടെ പോയി പട്ടുവിരിക്കുന്നു, അവിടെ പോയി ചന്ദനത്തിരി കത്തിക്കുന്നു, അവിടെ പോയി തവാഫ് ചെയ്യുന്നു, അതിനെ മുത്തിമണക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രോഗത്തിന്റെ അവസാനം വിട പറയുന്ന ആ രോഗത്തിന്റെ അവസ്ഥയിൽ ഐഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ ചെറുതാഴ്ച വെച്ച് കിടക്കുന്ന സമയത്ത് വഴിയിൽ കണ്ടൊരു കാഴ്ചയെ പറ്റി പത്നിമാരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ, മുൻഗാമികളായ ആളുകളെ അള്ളാഹു ശപിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയുമോ? അവരുടെ അമ്പിയാക്കളുടെ കബറിന്റെ അടുത്ത് അവർ ആരാധനാ കേന്ദ്രമാക്കി. കബറിനെ അവർ ആരാധനാ കേന്ദ്രമാക്കി. അപ്പൊ മഹാന്മാരെ കബറാണ് പ്രശ്നം, അമ്പിയാക്കളെ കബറാണ് പ്രശ്നം. അതിനെ ആദരിച്ച് ആരാധിച്ചപ്പോഴാണ് പ്രശ്നമുണ്ടായത്, അള്ളാന്റെ ശാപമുണ്ടായത്. അപ്പൊ സാധാരണക്കാരന്റെ കബർ കെട്ടിപ്പടുത്തില്ലെങ്കിലും മഹാന്മാരുടെ കബർ കെട്ടിപ്പടുക്കാമെന്നൊരു ന്യായം തന്നെ ഇസ്ലാമിലില്ല. കാരണം മുത്തുനബി പ്രശ്നകേന്ദ്രമായി പഠിപ്പിച്ചത് അമ്പിയാക്കളുടെ കബറിനെ തന്നെയാണ്. ആ കബറിനെ ആരാധനാ കേന്ദ്രമാക്കിയപ്പോഴാണ് ശാപമുണ്ടായതെങ്കിൽ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ, റബ്ബേ എന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ നാദാ. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലാഹു അതിന് ഉത്തരം ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോയവരോട് വന്നവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ മുത്തുനബിയുടെ കബറ് മുത്തി മണത്തിട്ടുണ്ടോ? നിങ്ങൾ ആ കബറിങ്കൽ പട്ട് വിരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ കബറിങ്കൽ ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ കബറിൽ നിന്ന് എണ്ണ കൊണ്ടുവന്നിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കബറിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന എണ്ണ തരുമോ എന്ന് ചോദിച്ചാൽ ഈ വക കേരളത്തിൽ നടക്കുന്ന ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിലില്ലാത്തൊരേർപ്പാടും അള്ളാന്റെ റസൂലിന്റെ കബറിന്റെ അടുത്ത് നടക്കൂല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബ് അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിലുള്ള ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാന്മാരായ സഹാബികൾ ഖബർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമികൾ സന്ദർശിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അവരാരും പുതക്കാനുള്ള പട്ട് കൊണ്ടുപോയിട്ടില്ല, അവരാരും മൂടാനുള്ള തുണി കൊണ്ടുപോയി
പോയിട്ടില്ല. അവരാരും കബറിനെ മുത്തി മണത്തിട്ടില്ല. അവരാരും കബറിലെ കുടിയിൽ നിന്ന് ബറക്കത്തെടുത്തിട്ടില്ല. അവരാരും കബറിലെ ഭണ്ഡാരപ്പട്ടിയിൽ പണമിട്ടിട്ടില്ല. അവരാരും കബറിങ്കൽ ഗാനമേള നടത്തിയിട്ടില്ല. അവരാരും കബറിനെ വലം വെച്ചിട്ടില്ല. അവരാരും കബറിന്റെ അടുത്തേക്ക് ആനയെ കൊണ്ടുവന്നിട്ടില്ല. അവരാരും കബറിങ്കൽ ഉറൂസ് നടത്തിയിട്ടില്ല. അവരാരും കബറിങ്കലോട് പ്രാർത്ഥിച്ചിട്ടുമില്ല. പഠിപ്പിച്ച രൂപത്തിൽ മനസ്സിലാക്കി സ്വർഗത്തിലെത്തണോ? മുത്തുനബി പറഞ്ഞു, ഖബർ സന്ദർശിച്ചോ. എന്തിന്? മരണചിന്തയുണ്ടാക്കാൻ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇന്നോ നമ്മൾ എന്താ ലോകത്തോട് പറയുന്നത്? ഈ സമൂഹം നന്നാകണോ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലേക്ക് തിരിച്ചു വരിക എന്നതല്ലാതെ രക്ഷയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസം കൊണ്ട് ചൂഷണമുക്തമായൊരു ജീവിതം കിട്ടുമെന്ന്. നമ്മുടെ പണം കൊടുക്കേണ്ടുന്ന മാർഗം അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഖബറിലെ ഭണ്ഡാരപ്പട്ടിയിൽ പോയി പണമിടാനല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരവരെ ഏർപ്പാട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളോ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീ നിന്റെ റബ്ബിനോട് ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്ക്. റബ്ബ് നിന്നോട് വല്ലാത്ത ഇഷ്ടം കാണിക്കും. എത്രത്തോളം റബ്ബിനോട് നീ ചോദിക്കുന്നോ അത്രത്തോളം നിന്നോട് ഇഷ്ടമാണ് ആ നാഥന്. ആ റബ്ബ് നിന്നോട് അടുത്തവനാണ്. ഖുർആനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ മറ്റാരും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ മാത്രമാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇസ്ലാമിൽ എല്ലാറ്റിനും ഒരു മധ്യവർത്തിയില്ലേ? നിങ്ങൾക്ക് എങ്ങനെയാ ഖുർആൻ കിട്ടിയത്? അള്ളാഹു നിങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് കൊണ്ടെത്തുന്നതാ? അല്ലല്ലോ. അത് അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, ജിബ്രീലുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ഇസ്ലാം കിട്ടിയത്? അള്ളാഹു നിങ്ങളുടെ പോക്കറ്റിലേക്ക് കിട്ടുന്നതാണോ? അല്ല. നിങ്ങളുടെയും പടച്ചവന്റെയും ഇടയിൽ പ്രവാചകന്മാരില്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയില്ലേ? അപ്പൊ ഇസ്ലാമിൽ ഇങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ ഇടയാളന്മാര് വേണം. അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴും വേണം. ഇങ്ങനെ ഇസ്ലാമിനെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ. ഖുർആൻ അത് തിരുത്തുകയാണ്. ഞാൻ എന്റെ വക പറയുകയല്ല. ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ട തഫ്സീറും അല്ല. നോക്കൂ നിങ്ങള്, അല്ലാഹുവിന്റെ റസൂലും സഹാബികളും ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് സഹാബികൾ ഇങ്ങനെ ഉച്ചത്തിലുള്ള തക്ബീറും തഹ്ലീലും ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പതുക്കെ മതി. അപ്പൊ അവര് ചോദിച്ചു, അള്ളാഹു എവിടെയുള്ളത്? ദൈവം എവിടെ? പടച്ചവൻ എവിടെയുള്ളത്? പടച്ചവൻ എവിടെ? അള്ളാഹു എവിടെ? ആ ചോദ്യത്തിനതാ പരിശുദ്ധ ഖുർആനിന്റെ മറുപടി വരികയാണ്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ. എന്നെ പറ്റി എന്റെ അടിയാന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന് ഉത്തരം ചെയ്യുന്നതാണ്. പടച്ചവനെ മാത്രം പേടിച്ചാൽ വേറെ ആരും പേടിക്കണ്ടല്ലോ. പടച്ചവനെ മാത്രം ഭയപ്പെട്ടവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പ്രേതത്തെ പേടിക്കണോ? ജിന്നിനെ പേടിക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ കൈനീട്ടം തരുന്നതിനെയോ കണി കാണുന്നതിനെയോ ഭയപ്പെടണോ? ഉറുത്ത് കെടുക്കുന്നു, ഏല കെടുക്കുന്നു, തകിടുന്നു, കുപ്പി തൂക്കുന്നു, പല പ്രശ്നങ്ങളിൽ രക്ഷപ്പെടാൻ ഇവയും ശരിയായ മാർഗമല്ലാത്തതുകൊണ്ട് ഓന്റെ പേടിയില്ല, ഓന്റെ പ്രശ്നം തീരില്ല, ഓനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനുമില്ല. വിശ്വാസികൾക്ക് കൂട്ടരെ, നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടു നടക്കുന്നതിന് ഒന്നിനും പ്രമാണമില്ല, തെളിവില്ല. ഞാനാണെങ്കിൽ കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നതും പ്രമാണമനുസരിച്ചാണ്. അപ്പോൾ നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നിർഭയത്വത്തിന് അർഹതയുള്ളത്? എന്തിനൊക്കെ പേടിക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ നീതിപീഠത്തിന്റെ സ്ഥാപനമാണ് ഹൈക്കോടതി. ആ ഹൈക്കോടതിക്ക് പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ 13 നമ്പർ മുറിയില്ല. എന്താ കാരണം? 13 എന്ന അക്കം ദുഷ്കരമാണ് ചിന്തിക്കുന്ന അന്ധവിശ്വാസികളായ ജഡ്ജിമാർ. അപ്പൊ കുറെ പഠിച്ചിട്ടുണ്ട്, വക്കീലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ധവിശ്വാസമാണോ വിശ്വാസശീലയിലേക്ക് വന്നേ പറ്റും. എന്നിട്ട് ആരാണ് ചോദ്യം ചെയ്തത്?
ഇതെന്തുകൊണ്ടാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്? ഹിന്ദുക്കളുടെ ഗ്രന്ഥത്തിലെങ്കിലോ എന്ത് 13 എന്ന അർത്ഥത്തിലൊരു ദുശ്ശകുനം അതില്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ഹൈക്കോടതിയിൽ 13 നമ്പർ മുറിയില്ലാത്തതിന് ചോദ്യം ചെയ്തത് ഇരിട്ടിയിലെ കൈലാതി ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹനായിരുന്നു. ചന്ദ്രമോഹൻ കേസെടുത്തപ്പോ ഹൈക്കോടതിയിൽ അന്ധവിശ്വാസികളായ ജഡ്ജിമാര് പറഞ്ഞു 13 നമ്പർ മുറി വേണ്ട. കാരണം എന്താ? 13 എന്ന അക്കത്തെ പേടിക്കണേ. 13 നമ്പർ അക്കം ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ ഭയപ്പെടുന്ന കായിക താരങ്ങൾ, 13 നമ്പർ കാർ സ്വീകരിക്കാൻ ഭയപ്പെടുന്ന കേരളത്തിലെ നമ്മുടെ മന്ത്രിമാർ, ഇങ്ങനെ പല അന്ധവിശ്വാസികളുണ്ട് നാട്ടില്. അവസാനം ചന്ദ്രമോഹൻ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ മാതൃഭൂമിപത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കോടതികൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിക്കരുതെന്ന ശ്രദ്ധേയമായ പരാമർശത്തെയാണ് സുപ്രീം കോടതി വിധിച്ചത് എന്നാണ് പത്രത്തിലുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, മനുഷ്യൻ പലതിനെയും ഭയപ്പെടുന്നു, പലതിനെയും പേടിക്കുന്നു. അല്ലാഹു ഭയപ്പെട്ടിട്ട് അവൻ ഭയപ്പെടണമെന്ന് പറഞ്ഞതിനെ മാത്രം ഭയപ്പെട്ടാൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടിയിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമ്മളോട് കരുണയുള്ളത് കൊണ്ടാണ്, ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ റബ്ബ് നമ്മളോടൊരിക്കലും ദേഷ്യമുള്ളവനല്ല. എന്തായിരുന്നാലൊഴികെ നമ്മൾ അവരോട് നന്ദികേട് കാണിച്ചാലൊഴികെ ഒരല്പമെങ്കിലും സാമാന്യ മര്യാദക്കനുസരിച്ച് ഒരല്പ ആലോചന. ആരാ എനിക്ക് വായു തന്നത്? ഒരു ദിവസം ഞാൻ ശ്വസിക്കുന്ന 25,920 പ്രാവശ്യമുള്ള ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നതാരാ? എനിക്കൊന്ന് ശ്വാസം മുട്ട് അനുഭവപ്പെട്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അവരെനിക്ക് കൃത്രിമ ഓക്സിജൻ നൽകി കഴിഞ്ഞാൽ 2 3 ദിവസം മുഴുവനേക്ക് 4,000 ജീവിതകാലം ഞാൻ അനുഭവിക്കുന്ന ുന്ന മനുഷ്യന്റെ ാണ് 25 ലക്ഷങ്ങളാണ്, 25 ലക്ഷമാണ്. ആ പുറത്തേക്ക് പോകാൻ എപ്പോഴെങ്കിലും മൂത്രമൊന്ന് തടസ്സപ്പെട്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി അവരെ കൃത്യമായി പൈതമണിട്ടു. അങ്ങനെ മൂത്രം പുറത്തെടുത്താൽ ജീവിതകാലത്തിന് പടച്ചവൻ പണം ചോദിച്ചിട്ടില്ല, പണ്ടം ചോദിച്ചിട്ടില്ല, കാണിക്ക ചോദിച്ചിട്ടില്ല, നേർച്ച ചോദിച്ചിട്ടില്ല. പടച്ചവൻ നമുക്ക് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ് അനുഗ്രഹം. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് താളം തെറ്റി തുടങ്ങിയാൽ ലോകത്തൊരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. അറിയുമോ നിങ്ങൾക്ക് സത്യസായി ബാബയെ? ഉത്തരേന്ത്യയിൽ എത്രയോ സേവന പ്രവർത്തനങ്ങൾ ചെയ്ത മഹാനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തവർ ഉത്തരേന്ത്യയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതുപോലും സംശയമാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്ന സമയത്ത് 28 ദിവസത്തോളമാണ് വെന്റിലേറ്ററിൽ കിടന്നത്. ആന്തരിക അവയവങ്ങൾ മുഴുവനും ക്ഷയിച്ചു പോയിരുന്നു. വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചുറ്റുഭാഗത്തും കൂടിയിരുന്നു. 10,000കണക്കിന് ഭക്തജനങ്ങൾ സത്യസായി ബാബ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പ്രവചിച്ചതിലും 8 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ഒരാളും കരകയറാൻ സാധിക്കുകയില്ല. നമ്മൾ ആലോചിച്ചിട്ടില്ലേ? എന്താ ആലോചിച്ചത്? എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നല്ല സൗന്ദര്യമുള്ളവനാകാം, എങ്ങനെ ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ളവനാകാം, എങ്ങനെ നല്ല പേരെടുക്കാം, ഇങ്ങനെ പലതും നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഒന്നും നമുക്ക് ഉപകാരമുള്ളതായിരുന്നില്ല. ഈ പേരും പ്രശസ്തിയും ഇല്ലാതായിത്തീരും, ഈ പണം മുഴുവനും ഇല്ലാതായിത്തീരും. എല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ടുന്ന ഒരു ലോകത്തെത്തുമ്പോ ആ മഹാലോകത്തേക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്നാ ചിന്തിക്കേണ്ടത്. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിന് ജീവിക്കുന്നു? ഈ ലളിതമായ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ലോകത്ത് ഒരേ ഒരു വേദഗ്രന്ഥം ഇത് ദൈവത്തിൽ നിന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രം
മാത്രമാണ്. ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ഇത് ദൈവത്തിൽ നിന്നാണെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെപ്പറ്റി പറയുന്നുണ്ട്, അവന്റെ നസീബിനെപ്പറ്റി പറയുന്നുണ്ട്, അവന്റെ മടക്കത്തെപ്പറ്റി പറയുന്നുണ്ട്. ആ ഖുർആനാണ് നമ്മൾ പഠിക്കേണ്ടത്, ആ ഖുർആനാണ് നമ്മൾ പകരേണ്ടത്, ആ ഖുർആനായിരിക്കും നമ്മൾ ഇമാമാകേണ്ടത്. ഖബറിൽ കഴിഞ്ഞാൽ മലക്കുകൾ വരും, ചോദ്യം ചോദിക്കും. അതിലൊരു ചോദ്യം, നിന്റെ ഇമാമേതാ? നീ എന്തിനെ പറ്റി ജീവിച്ചു മലയാളം എന്താ നമ്മുടെ പറയാ? എന്റെ ഇമാമ വല്യ ഇമാമാണോ? എന്റെ ഇമാമ ഷഫീ ഇമാമാണോ? ഒരൊറ്റ ഉത്തരവുകളോ? ഞാൻ ജീവിച്ചത് ഖുർആനാണ് ശരിയാവുള്ളൂ. പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആൻ ചിന്തിക്കാനുള്ളതാണ്, ഖുർആൻ ആലോചിക്കാനുള്ളതാണ്, ഖുർആൻ പിൻപറ്റാനുള്ളതാണ്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞപ്പോ ഫാത്തിഹന്റെ അർത്ഥം പോലും സാധാരണക്കാരൻ പഠിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മാറ്റം വന്നു. ആ മാറ്റം സമൂഹത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഒന്ന് പറയേണ്ടതുണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിക്കണം, പരിശുദ്ധ ഖുർആൻ പകർത്തണം, ഖുർആൻ മനുഷ്യന്റെ വഴികാട്ടിയാണെന്ന് പറഞ്ഞ് ഖുർആനാണ് നമ്മുടെ ആദർശത്തിന്റെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞപ്പോ ഖുർആനിലില്ലാത്ത വിശ്വാസവും ഖുർആനിന് വിപരീതമായ ആചാരവും കൊണ്ട് നടക്കുന്ന ആളുകൾ കുടുങ്ങി. ഇനി എന്തേ ചെയ്യുള്ളൂ? ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ. അതിനെതിരെ പണിയാക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ആയത്ത് എഴുതുമ്പോ ലോകത്ത് കിടന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു പോകാൻ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന മാത്രമാണ്, 160 മാത്രമാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അവതരണം ചെയ്യുന്ന ഏതെങ്കിലും പഠിപ്പിക്കുന്നത് എങ്കിലും ഇന്നാലും പറഞ്ഞ് നിങ്ങൾ അവിടെ പറയണമായിരുന്നു. അങ്ങനെ ഒറ്റ പ്രവാചകന്റെ കബർ ഇന്നാലും സ്ഥലത്താണ് പറയുന്നില്ല, ഇന്നാലും ദേശത്താണ് പറയുന്നില്ല, അവിടെ പോയി ചോദിക്കാനും പറയുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? അവർ അനുഭവിച്ച ദുരന്തങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളിലും അവർക്ക് അല്ലാഹു മതി എന്ന തീരുമാനത്തിൽ അടിയുറച്ചു നിന്നിരുന്നു. വിശ്വാസികളെ, ഇതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അങ്ങനെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിൽ എവിടെയും നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യതപ്പെട്ടവരാണെന്ന്. പക്ഷെ ഈ അടുത്ത് കോടമ്പുഴയിൽ ഒരു സംവാദം നടന്നു. വിഷയം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കറിയേണ്ടത് ഖുർആനിൽ അതുണ്ടോ എന്നായിരുന്നു. ഖുർആനിൽ ഇല്ലെന്നുറപ്പല്ലേ, പിന്നെ ഏതെങ്കിലും ഒരു ഖുർആൻ ഓതി തടി രക്ഷപ്പെടുത്തണല്ലോ. അങ്ങനെയാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ വഖൂലു ദുർനാ എന്ന സൂറത്തു അൽ ബഖറയുടെ 104-ാമത്തെ ആയത്ത് ഉസ്താദ് ഹസനി ഓതുന്നത്. എന്നിട്ട് പറയുന്നു, സത്യവിശ്വാസികളെ, ഇത് മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള ആയത്താണ്. അപ്പൊ ഒരൽപ്പം ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, പഠിക്കുന്ന ആൾക്കാർ ചോദിച്ചു, അല്ലെങ്കിൽ അന്വേഷിച്ചു, എന്ത് ഈ ആയത്ത് ഇറങ്ങിയതെപ്പോഴാ? ആ ആയത്ത് കേട്ടതാരാ? അത് മനസ്സിലാക്കിയ സഹാബികൾ പെരുമാറി എങ്ങനെയാ? അതിനെ വിശദീകരിച്ചെങ്ങനെയാ? ലോകത്ത് 14 നൂറ്റാണ്ടുകൾ ഇന്നും വരെ ഈ ആയത്ത് മരണത്ത് പോയവരോട് പാപമോചനം നേടാനാണെന്നും മരിച്ചുപോയവരെ പ്രാർത്ഥിക്കാനാണെന്നും മുസ്ലിംകൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഖുർആനിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിരിഞ്ഞു പോകുന്ന ആളുകളോട് ഖുർആനിനെ വ്യാഖ്യാനം ചെയ്യാതെ നിർവഹിക്കില്ലല്ലോ. സത്യവിശ്വാസികൾ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് റാഇനാ എന്ന് പറയരുത് എന്ന് പറഞ്ഞാലാ ജൂതന്മാരുള്ള പ്രയോഗം റാഇനാ എന്ന് പറയും. അതുകൊണ്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വിശ്വാസികൾ വരുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കണേ എന്ന പ്രയോഗം 300 പ്രയോഗം
നടത്തണം. ഇതാണ് അതിന്റെ താല്പര്യം. പ്രിയമുള്ളവരെ, പക്ഷേ അല്ലാഹുവിനെ പരലോകത്ത് പിടിയില്ലാതെ ആളുകളാണ് അന്ധവിശ്വാസത്തിൽ അടിയുറച്ച് നിർത്തണമെന്ന താല്പര്യമുള്ള ആളുകൾ ഈ ആയത്ത് ഹൃദയീകരിച്ചപ്പോൾ ആവർത്തിച്ച് നമ്മുടെ ആളുകൾ ചോദിച്ചു, മുത്തുനബി എങ്ങനെ പഠിച്ചോ, സഹാബികൾ മനസ്സിലാക്കിയോ, മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചോ, ലോകത്തിൽ ആരെങ്കിലും അത്തരം കൊടുത്തിട്ടുണ്ടോ? കോടമ്പുഴ സ്വാദാതും കൊടുക്കുന്നവർക്ക് ലഭ്യമാണ്. ഞാനതിലേക്ക് കൂടുതൽ കലക്കണമെന്നില്ല. നമ്മളോട് നമ്മളെല്ലാം രക്ഷപ്പെടുത്താം. പറയണം. ആ ഖുർആൻ ജീവിക്കുന്നവരായിരിക്കണം ഓരോ മനുഷ്യനും. ബാക്കിയൊക്കെ നമ്മൾ പഠിപ്പിക്കുമല്ലോ. എന്താണ് പഠിക്കാത്തത്? ഒരു മൊബൈലിൽ നമ്മൾ പഠിപ്പിച്ചോക്കും, ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ പഠിപ്പിച്ചോക്കും, ഒരു പുതിയ ഇന്റർനെറ്റിൽ പഠിച്ചു നോക്കും, എങ്ങനെ പഠിച്ചു നോക്കും. നമ്മളെല്ലാം പഠിക്കാനാണ്. പക്ഷേ എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ രക്ഷപ്പെടാനുള്ള മാർഗമാ. കുറെ വിഭാഗം കേരളത്തിൽ മുജാഹിദ് തന്നെ കുറെ ഗ്രൂപ്പ്. ഞങ്ങളെ ആരെ പിന്നിലാ നിൽക്കേണ്ടത്, ഞങ്ങൾ ആരോടെയാ തുടരേണ്ടത്, ഏതാദർശമാ ശരി? ഇങ്ങനെ അങ്കലാപ്പിൽ നിൽക്കുന്ന ആളുകളോട് നമുക്കൊന്നേ സൂചിപ്പിക്കാനുള്ളൂ, പരലോകത്ത് സംഘടന നിങ്ങളെ രക്ഷപ്പെടുത്തില്ല, ഗ്രൂപ്പ് നിങ്ങളെ രക്ഷപ്പെടുത്തില്ല. നിങ്ങളെ ഏതെങ്കിലും സംഘടനാ നേതാവ് കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയില്ല. ഒരു ത്വരീഖത്തിന്റെ ശൈഖും നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കില്ല. അവനവന്റെ ജീവിതം ആദർശ നിബദ്ധമാക്കണം. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഭാഗങ്ങളാകും, ഒരുപാട് കക്ഷികളാകും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലെത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ അനുയായികളും ഏതൊരു ആദർശത്തിലാണോ ഉള്ളത്, ഏതൊരു നിലപാടിലാണോ ഉള്ളത്, അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് സ്വർഗത്തിലെത്തുന്നത്. ആലോചിക്കണേ പ്രിയമുള്ളവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോ, ആ നേതാവ് നമ്മളെ പഠിപ്പിച്ച ആദർശം മനസ്സിലാക്കുമ്പോ, അവിടുത്തെ അനുയായികൾ സഹാബിമാര് പഠിപ്പിച്ച ആദർശം മനസ്സിലാക്കുമ്പോ, അതിൽ ഞാനാദ്യം പറഞ്ഞ കുത്തുബിയത്ത് കാണില്ല, ഞാനിവിടെ പറഞ്ഞ മങ്കൂസ് മൗലിദ് കാണില്ല, ഞാനിവിടെ പറഞ്ഞ ജാറങ്ങളിലുള്ള ഉറൂസും നേർച്ചയും ഗാനമേളയും കാണില്ല. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിഭിന്നമായ പുതിയ ഉത്തരാചാരങ്ങൾ കാണില്ല. എങ്കിൽ റബ്ബിനെ പറ്റിയുള്ള കൃത്യമായ വിശ്വാസത്തിന്, റബ്ബിനോട് മാത്രം നേരം വെളുക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഒരുപാട് പ്രാർത്ഥനകളില്ലേ, എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോട് മാത്രം, എല്ലാ തേട്ടങ്ങളും റബ്ബിനോട് മാത്രം. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു പോയ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, സഹാബികളുടെ മാർഗം, അതാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഈ പരിശോധനയാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മളെ മറുപടി പറയാൻ പ്രാപ്തനാക്കുന്നത്. റബ്ബേ, എത്ര സംഘടന ഉണ്ടായിക്കോട്ടെ, ഗ്രൂപ്പുമേൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഞങ്ങൾ ഒന്നേ നോക്കിയുള്ളൂ, പടച്ചോനെ നിന്റെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ജീവിച്ചതുപോലെ ആ ആദർശം വെച്ച് പുലർത്തുന്നതാരാ, ആ നിലപാടുള്ളവരാരാ, അതാണ് ഞങ്ങൾ പരിശോധിച്ചത്. മുത്തുനബി മൈക്ക് വെച്ചോ, മുത്തുനബി സമ്മേളനം കഴിച്ചോ, മുത്തുനബി ബാനർ കെട്ടിയോ? ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെ ചെയ്യാന്നോ? പരലോകത്ത് കൂലി കിട്ടുമെന്ന വിശ്വാസത്തോടെയാണോ മൈക്ക് വെക്കുന്നത്? അത് തെറ്റ് തന്നെ. മൈക്ക് വെച്ചാൽ പരലോകത്ത് പൊടിച്ചോ പ്രത്യേക കൂലി വരും, സമ്മേളനം കഴിച്ചാൽ പരലോകത്ത് പ്രത്യേക കൂലി ഉണ്ടാകും. ഇങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് വിദഗ്ധ തന്നെ. പക്ഷേ അള്ളാഹുവിന്റെ ദീനീ പ്രബോധനത്തിന് ഏത് മാർഗങ്ങളും അവലംബിക്കാമെന്നും അത്തരം മാർഗങ്ങളിലൂടെ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക എന്ന പുണ്യകർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ചിന്തയാണെങ്കിൽ അതിലൊരിക്കലും തിന്മ വരുന്നില്ല, അല്ലെങ്കിൽ കുറ്റകരമായ നിലപാട് വരുന്നില്ല. പറക്കിയപ്പോഴും നമ്മൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? മറ്റു പലരും വൈകാരികമായി പ്രതികരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതെന്താണ്? യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മാതൃകയാണ്. അതുപോലൊരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടില്ല, അതുപോലൊരു മനുഷ്യൻ ലോകത്ത് വരാനില്ല. അഷ്റഫുൽ ഖൽഖാണ്, അഫ്ദലുൽ അംബിയാ ആണ്, അഷ്റഫുൽ മുർസലീനാണ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്. ആ നേതാവിനെ പോലൊരു നേതാവ് ലോകത്ത് വരാനില്ല.
ആ നേതാവ് കാണിച്ചു തന്ന മാതൃക പോലെ ലോകത്തൊരു നേതാവ് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ലോകത്തോട് പറഞ്ഞു, ഹേ ലോകമേ, ഹേ വിമർശകരെ, ഹേ പരിഹസിക്കുന്നവരെ, ഹേ നിന്ദിക്കുന്നവരെ, വിമർശിക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് അർഹതയില്ല. ഏത് വിമർശനത്തിനും മറുപടി ഞങ്ങളിലുണ്ട്. ഞങ്ങൾ ആ ജീവിതം ഒപ്പിയെടുക്കുന്നവരാണ്, ഞങ്ങൾ ആ ജീവിതം പകർത്തിയെടുക്കുന്നവരാണ്. ഇൻകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വം നീ പിൻപറ്റപ്പെടേണ്ടവരായിരിക്കണം. അങ്ങനെ പിൻപറ്റുമ്പോഴേ നിന്റെ സ്നേഹം സാർത്ഥകമാകുന്നുള്ളൂ. പ്രിയമുള്ളവരെ, എവിടെയാ നിസ്കാരത്തിൽ നിങ്ങൾ കൈവെക്കുന്നത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്താ നിസ്കാരത്തിന് ഒറ്റക്ക് ദുആ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ടാണ് മരണ വീട്ടിൽ 3 ആണ്ടും അടിയന്തരവും കഴിക്കാത്തത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ടാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ടാണ് ദിക്ർ ചൊല്ലുന്നത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ടാണ് ദിക്ർ ഹൽക്കയിലേക്ക് വരാത്തത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വലാത്ത് നഗറിലേക്കും സ്വലാത്ത് ഹൽക്കയിലേക്കും വരാത്തത് എന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ടാണ് കുതുബിയത്ത് ഓതാത്തത്, മങ്കൂസ് ഓതാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന്, അങ്ങനെ ഏത് ചോദ്യം വന്നാലും ഒരൊറ്റ മറുപടിയെ വിശ്വാസികൾക്കുള്ളൂ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ നിസ്കാരത്തിൽ കൈവച്ചത് അവിടെയേ ഞങ്ങൾ കൈവക്കുള്ളൂ. 20,000-ലധികം തവണ ജമാഅത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് എങ്ങനെയാണോ ദുആ ചെയ്തത് അങ്ങനെയേ ദുആ ചെയ്യുള്ളൂ. മരണ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറണമെന്ന് പറഞ്ഞത് അങ്ങനെയേ നമ്മൾ പെരുമാറുള്ളൂ. എങ്ങനെ സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞോ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, എങ്ങനെ ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞോ അങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ലോകത്തോട് പറയുന്നു, ആ നേതാവിനെ ഞങ്ങൾ പകർത്തിയെടുക്കുകയാണ്, ആ നേതാവിനെ ഞങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ ലോകർക്ക് മുഴുവനും മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിത്വം മറുപടി ഞങ്ങളിലുണ്ട്, വിമർശനത്തിലുള്ള മറുപടി ഞങ്ങളിലുണ്ട്. ജോസഫിന്റെ അടുത്ത് ഞങ്ങൾ പോയിരുന്നു. 3.5 മണിക്കൂർ പ്രൊഫസർ ജോസഫിന്റെ വീട്ടിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ആ ജോസഫിന്റെ വീട്ടിൽ ഇപ്പോഴും പോലീസുകാരുണ്ട്. ഞങ്ങൾ ബാങ്കിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട്, നരകം കാത്തിരിപ്പുണ്ട്, സ്വർഗം കാത്തിരിപ്പുണ്ട്. ജീവിതം വളരെ കുറഞ്ഞ സമയമാണ്, അതുകൊണ്ട് ഖുർആൻ പിൻപറ്റി ജീവിക്കണമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മലയാളം അധ്യാപകനായിരുന്ന ജോസഫ് പറഞ്ഞു, എന്റെ കയ്യിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ, ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ മലയാളത്തിന്റെ പരിഭാഷയും നൽകി. ലോകത്ത് ഇങ്ങനെയല്ലാതെ മുത്തുനബിയെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമോ പ്രിയമുള്ളവരെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവിക കുലത്തെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ആർക്കെങ്കിലും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മനുഷ്യ സമുദായത്തെ സ്നേഹിച്ചതുപോലെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഉമ്മത്തിനോടുള്ള സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് ആ നേതാവിനെ ഒന്ന് തിരിച്ച് സ്നേഹിക്കണം. എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്? ഇന്ന് നമ്മളെ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഊശാന്താടി വെച്ച് നടക്കുകയാണ് പലരും. എന്താ, ഏതോ വൃത്തികെട്ട ഏതോ മനുഷ്യൻ ആൽബത്തിലോ സിനിമയിലോ താടി വെച്ചപ്പോ അവര് താടി വെച്ച് നടക്കുകയാണ്. ഇക്കാലം വരെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വെക്കൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ട് അവർക്കത് മാതൃകയായിരുന്നില്ല. ഹേ ചെറുപ്പക്കാരാ, ഒന്നാലോചിക്ക്. 14 മുമ്പ് ഒരു രാത്രി മുഴുവനും നിനക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിച്ചൊരു നേതാവുണ്ടായിരുന്നു. അത് ലോകത്ത് വേറെ ഏതെങ്കിലും നേതാക്കന്മാരെ പോലെയുള്ള നേതാവല്ല. വേണമെങ്കിൽ മനുഷ്യന്മാര് നന്നായ മതി എന്ന് ചിന്തിച്ചവരല്ല. ഇന്നമാ മസലീ വമസലുക്കും, ഞാനും നിങ്ങളും പറഞ്ഞിട്ട് ഉദാഹരണം പറയുന്നു. കമസലി റജുലിൻ ഇസ്തൗഖദ നാറാ, ഒരാള് തീ കത്തിച്ചു. ആ തീജ്വാല കണ്ടപ്പോ ചുറ്റുഭാഗത്തു നിന്നും പാറ്റകളും പ്രാണികളും വരാൻ തുടങ്ങി. ഈ പ്രാണികളെ വകഞ്ഞു മാറ്റാൻ ഒരു മനുഷ്യൻ അതിന്റെ ചുറ്റുഭാഗത്ത് മൂടി നടക്കുന്നു. അത് പ്രകാരമാണ് ഞാന്. നിങ്ങളെ വിശ്വാസം കൊണ്ട്, നിങ്ങളെ ഏർപ്പാട് കൊണ്ട്, നിങ്ങളെ തെമ്മാടിത്തം കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പോകും. നിങ്ങൾ നന്നാകണമെന്ന് ആഗ്രഹിച്ചാ ഞാൻ നിങ്ങളിലേക്ക് വന്നത്. അതുകൊണ്ട് വിശ്വസിക്കണേ, പരലോകത്തെ പേടിക്കണേ, എന്റെ വഴിയിൽ സഞ്ചരിക്കണേ, ഞാൻ കാണിച്ച മാർഗം പിൻപറ്റണേ. അള്ളഹാനോട് സ്നേഹമുണ്ടോ? അന്നും ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളഹാനോടൊക്കെ സ്നേഹമുണ്ടല്ലോ എന്ന്. അള്ളാഹു ഉടനെ മുത്ത് നബിയോട് പറഞ്ഞു, നബിയെ അവരോട് അടയാളം ചോദിക്ക. അടയാളം
അടയാളം കാണിക്കാൻ വേണ്ടി പറ. കുൽ, ഞങ്ങൾക്കും സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്നവരോട് പറ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നതൊന്ന് കാണട്ടെ, എന്നെ പിൻപറ്റുന്നത് കാണട്ടെ. അവിടെയാണ് നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി നമ്മൾ പിൻപറ്റുന്നു, മുഴത്തിന് മുഴമായി നമ്മൾ പിൻപറ്റുന്നു. ആ നേതാവ് നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന്, ആ നേതാവ് പഠിപ്പിച്ചതുപോലെ ജീവിക്കണമെന്ന്, വിശ്വസിക്കാൻ പറഞ്ഞ വിശ്വാസം ജീവിതത്തിൽ വേണമെന്ന് പഠിപ്പിക്കുന്നത് നേതാവ് നമ്മളോടുള്ള സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് സ്നേഹിക്കണ്ടേ പ്രിയമുള്ളവരെ? എന്തിനു വേണ്ടിയാ സ്നേഹിച്ചത്? എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നോ? ഇന്ന് ആ നേതാവിന്റെ പേര് പറഞ്ഞ് 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകള്, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പറഞ്ഞ് കച്ചവടത്തിനിറങ്ങിയ ആളുകള്, ആ കച്ചവട താല്പര്യം പോലും മുസ്ലിം ലോകം, കേരളീയർ പ്രത്യേകം തിരസ്കരിച്ചത് എന്തുകൊണ്ടാ? അവരുടെ മനസ്സിൽ എപ്പോഴും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വമായത് കൊണ്ടാണ്. ആ നേതാവ് നമ്മളെ സ്നേഹിച്ചതിന്റെ പാരമ്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. മനുഷ്യന്മാര് വേണേ നന്നായ മതി, ഞാൻ കുറെ പ്രസംഗിക്കും, വേണമെങ്കിൽ ഇങ്ങ് നന്നാ മതി, അങ്ങനൊരു ചിന്തയല്ല ആ നേതാവിനുള്ളത്. നമ്മൾ നന്നാകണം, നമ്മൾ സ്വർഗത്തിലെത്തണം, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കത്തിജ്വലിക്കുന്ന നരകാഗ്നി സഹിക്കാൻ മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണം. അതിനുവേണ്ടി പരിശ്രമിച്ച് ത്യാഗം ചെയ്ത് ജനങ്ങളെ വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ച് ആളുകൾ ഇത് വിശ്വസിക്കാത്തതിന്റെ പേരില് സ്വന്തം ശരീരം നഷ്ടപ്പെടുമാറ് രൂപത്തിൽ ദുഃഖിതനായിരുന്നു അവിടുന്ന്. കൂട്ടരെ, ആ സ്നേഹം തിരിച്ചു കൊടുക്കണ്ടേ? മുത്തുനബിയോടുള്ള സ്നേഹം തിരിച്ചു കൊടുക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടോ? റബീഉൽ അവ്വലിൽ കാത്തിരിക്കുന്ന പ്രകടനം കൊണ്ട് സ്നേഹം തീരുന്നില്ല. അങ്ങനെയൊരു സ്നേഹപ്രകടനം സഹാബികൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. അവരേത് നിമിഷത്തിലും ഏത് നേരത്തിലും മുത്തുനബിയുടെ മാതൃക പിൻപറ്റിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിന്റെ സത്യം, നിന്റെ സ്നേഹം സത്യമാണോ എങ്കിൽ നീ ആ നേതാവിനെ പിൻപറ്റേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യേണ്ടതുണ്ട്. രാവിലെ സ്വബഹിക്ക് പള്ളിയിലേക്ക് വരുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാ നേരത്തും പള്ളിയിലേക്ക് വരുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണ്. അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണ്. വഴിയിൽ വല്ല ബുദ്ധിമുട്ടുമുണ്ടാക്കുന്ന സാധനങ്ങൾ എടുത്തുമാറ്റുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണ്. നീ വഴിയിൽ കണ്ട ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും നിന്റെ മുത്തുനബി പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തില് ദീനിന്റെ മാർഗമായി കൊണ്ടു നടക്കുന്നതാണെങ്കിൽ സ്നേഹമാണ്. അങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലിലാണ് പറന്നു വീണത് എന്ന് മുസ്ലിം ലോകത്തിന് അഭിപ്രായ ഐക്യമുണ്ടോ? ഇല്ല. ഭൂരിപക്ഷം പറഞ്ഞു എന്നൊക്കെ പറയാന്നല്ലാതെ അഭിപ്രായ ഐക്യമില്ല. റമളാനിലാണെന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ ആഖിറിലാണെന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വലിൽ തന്നെ 7-നാണ്, 9-നാണ്, 18-നാണ്, 20-നാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. റബീഉൽ അവ്വൽ 12-നാണെന്നും പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നത്? അന്ന് വല്ല പുണ്യകർമ്മവും ഇസ്ലാമിലുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കൂലേ? മഹാന്മാരായ സഹാബികൾ കാണിച്ചു തരൂലേ? ലോകത്ത് അങ്ങനെ ഒരു മാതൃകയില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? പൊതുവിൽ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ വിഷയമുണ്ട്. ഒരിക്കൽ റസൂലുള്ള വെറും സാധാരണ മനുഷ്യനാ, മരിച്ചാൽ ദ്വാരക്കൂല, ദിക്റില്ല, പ്രാർത്ഥനയില്ല, ഇങ്ങനെ 100% ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള സമൂഹത്തിൽ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ബാധ്യത ഈ പ്രസ്ഥാനത്തിന്റെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തരം മൈക്ക് കെട്ടി ഇങ്ങനെ പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും അങ്ങാടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ഖുതുബ കേൾക്കാൻ ആളുകൾ വരാതെ പോകുന്നു? കുറെ തെറ്റിദ്ധാരണ ഉണ്ട്. ആ തെറ്റിദ്ധാരണ നീങ്ങുമ്പോഴാണ് വെള്ളിയാഴ്ചയിൽ ഖുർആൻ ഓതി അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഖുതുബ കേൾക്കാൻ ആളുകൾ വരുന്നത്. ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ യുവാക്കളെ
യുവജന സമ്മേളനത്തിലേക്കും ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്കും നിരന്തരം ജാഗരൂകരാക്കി ഇറക്കിക്കൊണ്ട് ദീനുമായി ബന്ധപ്പെടുത്തുന്നവരാക്കി തീർക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പുതിയതായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. തെറ്റിപ്പോയ വഴിയിൽ നിന്ന്, തെറ്റിപ്പോയ വിശ്വാസത്തിൽ നിന്ന്, തെറ്റിപ്പോയ ആദർശത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു വിളിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിലുള്ള വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന വിഷയം. ദീനിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം നല്ലതാവുകയില്ല. അത് ഞാൻ എന്റെ വക പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും അത് മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ വീട്ടുകൂടൽ ഉണ്ടാകുമ്പോൾ, അഥവാ കുടിയിരിക്കൽ എന്ന് പറയും മലപ്പുറത്ത്, ഞങ്ങളാട്ട് വീട്ടുകൂടൽ എന്ന് പറയും, പച്ച മലയാളത്തിൽ ഗൃഹപ്രവേശം എന്ന് പറയും. എന്തായാലും പുതിയ വീടുണ്ടായിട്ടായാലും കുടിയിരിക്കൽ വീട്ടുകൂടൽ നടത്തുമ്പോ പലയിടത്തും പല ആചാരമാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ചില ബിദ്അത്തുകൾ, അനാചാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഈ കേരളത്തിൽ സമസ്തക്കാര് പുറത്തിറക്കുന്ന ഈ സുന്നി അഫ്കാർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു സഖാഫിയുടെ ലേഖനമുണ്ട്. ഇതിലെന്താ പറയുന്നത്? സുബ്ഹിന്റെ സമയത്ത് വീടുദ്ഘാടന ചടങ്ങ് നടത്തിയാലും പ്രഭാതത്തിലായി എന്ന ബറക്കത്ത് ലഭിക്കുമെങ്കിലും അതോടൊപ്പം ഒരു ബിദ്അത്തുണ്ടാകുമെന്നത് ഒരു വസ്തുതയാണ്. അതായത് ഫർള് നിസ്കാരത്തിന് ഏറ്റവും പുണ്യം പള്ളിയാണല്ലോ. ആ മഹത്വം ഒഴിവാക്കി പള്ളിയിൽ സ്ഥിരമായി സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാം അന്ന് ക്ഷണിക്കപ്പെട്ട വീട്ടിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ വരുന്നു. കൂടെ അതാണ് പുണ്യമെന്ന് ധരിക്കുന്ന ഏതാനും പൊതുജനങ്ങളും. ഇതൊരിക്കലും പ്രോത്സാഹജനകമല്ല. ഈ ബിദ്അത്ത് ഒഴിവാക്കേണ്ടതും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ്. അപ്പൊ നമ്മളെ വാദമല്ല, ഇവര് തന്നെയാണ് പറയുന്നത്. എന്ത്? സുബ്ഹിന്റെ സമയത്ത് ഉസ്താദിനെ പിറകിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി ഒഴിവാക്കണം. അപ്പൊ ആൾക്കാരായിരിക്കും എന്താണ്, അവിടെ നിന്ന് നിസ്കരിച്ചാൽ അന്നെങ്കിലും ഒരു നിസ്കാരം ജമാഅത്തെ നടക്കുമല്ലോ, ഒരു ചങ്ങായി ഒരു കാലത്ത് നിസ്കരിക്കാത്തൊരുത്തൻ. അങ്ങനെയാണല്ലോ, ഇതുവരെ ഖുർആൻ എടുക്കാത്തൊരുത്തൻ അവന് ഉപ്പ മരിച്ചാൽ ഖുർആൻ എടുക്കുമല്ലോ, അങ്ങനെങ്കിലും നോതട്ടെ. അപ്പൊ അവിടെ ഖുർആൻ ഓത്തല്ലേ നടക്കുന്നത്? കാലം വരെ മര്യാദയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവന് ഓനെ കൊണ്ടൊരു 70,000 ദിക്ർ ചെല്ലിപ്പിക്കാനുള്ളൊരു വേദിയല്ലേ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയട്ടെ. ഇങ്ങനെ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കുറെ ഇങ്ങനെ സാധനം, കുറെ ആചാരം, അനുഷ്ഠാനം ഉണ്ടാക്കിയിട്ട് അവ നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാകുമോ? തുടർന്നുള്ള വിശദീകരണം കേൾക്കൂ നിങ്ങൾ. ഒരു കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇശാ മഗ്രിബിനിടയിലുള്ള 12 റക്അത്ത് നിസ്കാരം, ബറാത്ത് രാവിൽ പ്രത്യേക രീതിയിലുള്ള 100 റക്അത്ത് നിസ്കാരം തുടങ്ങിയ ഒട്ടനവധി ബിദ്അത്തിനെതിരെ ഇമാം അബൂ ശാമ, ഇബ്നു ഹജർ ഹൈതമി തുടങ്ങിയ ഇമാമുകൾ പ്രതികരിക്കുകയും ജനങ്ങളെ ശക്തമായി ബോധവൽക്കരിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇപ്പോൾ അത്തരം അനാചാരങ്ങൾ സമൂഹത്തിൽ ആർക്കും പരിചിതമല്ലാത്ത വിധം നിഷ്കാസിതമായിട്ടുണ്ട്. അപ്പൊ എന്തേ ബറാത്ത് രാവിലുള്ള നിസ്കാരം ഇല്ലാണ്ടാക്കിയേ? റജബ് മാസത്തിലുള്ള നിസ്കാരം ഇല്ലാണ്ടാക്കിയേ? പടച്ചോനെ തെറി വിളിക്കുന്നത് കൊണ്ടാ? അല്ല, അതിൽ നിസ്കാരം തന്നെ, പ്രാർത്ഥന തന്നെ, ഖുർആൻ ഓത്ത് തന്നെ, തസ്ബീഹ് തന്നെ. എന്നിട്ടും ഈ മഹാന്മാരായ പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞ് ഇല്ലാണ്ടാക്കി. ഇന്ന് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട്? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ബാങ്ക് കേട്ടു. ബാങ്ക് കേട്ടപ്പോ ഞാനും നിങ്ങളും എന്താ ചെയ്തത്? നമ്മളെല്ലാരും ദുആ ചെയ്തു. ഒരാള് പറയാണ്, അങ്ങനെ ദുആ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൂട്ടമായി ദുആ ചെയ്യലാണ്. അതുകൊണ്ട് മുഅദ്ദിൻ മുക്കരിക്ക മൈക്ക് ഓഫാക്കണ്ട, അയാൾ മൈക്കിലൂടെ തന്നെ ദുആ ചെയ്യട്ടെ, നമുക്ക് അങ്ങാടി നാമി പറയാം, കൂട്ടുപ്രാർത്ഥന നല്ലതാണ്. അങ്ങനെ എല്ലാരും കൂടി പള്ളിയിൽ വന്ന് ഉളു എടുക്കാൻ തുടങ്ങി. ഉളുവിന് ശേഷം ഓരോരുത്തരുണ്ട് ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കൂട്ടരെ, കൂട്ടുപ്രാർത്ഥന ഇസ്ലാമിൽ നല്ല കാര്യമാണ്. അതുകൊണ്ട് ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് കൂട്ടുപ്രാർത്ഥന ആക്കാം. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്തേരാം, നിങ്ങൾ ആമീൻ പറഞ്ഞോളി. അങ്ങനെ എല്ലാരും കൂടി പള്ളി കയറി. അങ്ങനെ പള്ളിയിൽ ഇങ്ങനെ തഹിയ്യത്ത്, ഒരാൾ ആ തൂണിന്റെ പിന്നിൽ, ഒരാൾ ഈ തൂണിന്റെ പിന്നിൽ, ഒരാൾ അപ്പുറത്ത്. ഞാൻ പറഞ്ഞു, കൂട്ടരെ, ജമാഅത്ത് നിസ്കാരത്തിന് ഇസ്ലാമിൽ 27 ഇരട്ടി കൂലിയുണ്ട്. അതുകൊണ്ട് നമുക്ക് തഹിയ്യത്തന്നെ ജമാഅത്താക്കി കളയാം. ഇതിലേതാ തെറ്റ്? ഏതാ കുഴപ്പം പിടിച്ചത്? ഇത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ബാങ്കിന്റെ ശേഷം ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? വുളുവിന് ശേഷം ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്താൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? തഹിയ്യത്ത് നിസ്കാരം ഒറ്റക്കൊറ്റക്ക് മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ?
ഇവിടെ പറഞ്ഞ റജബ് മാസത്തിലെ നിസ്കാരം വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എല്ലാറ്റിനും നേരത്തെ ഞാൻ പറഞ്ഞ നല്ലത് പഠിപ്പിക്കണമെങ്കിൽ നല്ലവരിൽ നല്ലവരായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ടതുണ്ട്. മാ തറക്തു മിൻ ഷൈഇൻ യുഖരിബുക്കും മിനൽ ജന്നത്തി ഇല്ലാ ഖദ് ഹത്തത്തുക്കും ബിഹി. സ്വർഗത്തിലെത്താനുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുത്തുനബി നബിദിനം കഴിച്ചില്ലേ? ഞങ്ങളില്ല. മുത്തുനബി മങ്കൂസ് മൗലൂദ് ഓതിയില്ലേ? ഞങ്ങളില്ല. മുത്തുനബി കുത്തുബിയത്തെല്ലാം പറഞ്ഞില്ലേ? ഞങ്ങളില്ല. ഇനി ഇതൊക്കെ നോക്കൂ നിങ്ങൾ. മൊയ്തീമാലയുടെ പ്രായം എത്രയാ? 4 നൂറ്റാണ്ട്. കുത്തുബിയത്തിന്റെ പ്രായം എത്രയാ? ഇതേപോലെ തന്നെ ഒരു 2-3 നൂറ്റാണ്ട്, അതിനപ്പുറത്തില്ല. കേരളത്തിൽ ഈ ആഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള നബിദിനത്തിന്റെ പ്രായം 50 വർഷത്തിനപ്പുറത്ത് പോലാന്നാണ്. എന്നിട്ട് ഇതാണ് പാരമ്പര്യം, ഇതാണ് മുത്തനബിയുടെ ചര്യ, ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടരെ ആലോചിച്ചു നോക്കൂ, നമ്മൾ എവിടേക്കാ പോകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു പുണ്യകർമ്മവും പുണ്യകർമ്മമാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പുണ്യകർമ്മമാണെന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന കൂട്ടുപ്രാർത്ഥനയാകട്ടെ, ദിക്റാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഖുർആനോത്താകട്ടെ, അത്തരം കാര്യങ്ങൾ നിസ്കാരമാകട്ടെ ബിദ്അത്താണെന്ന നിലയ്ക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പുണ്യം കൽപ്പിച്ചു കൊടുത്താൽ അത് പുണ്യമല്ല ആവുന്നത്, അത് കുറ്റകരമാവുകയാണ്. അതുകൊണ്ടാണ് ഇത് തടഞ്ഞത്. ഇത് കുറ്റകരമാണെന്ന് പറഞ്ഞ് തടയണമെന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാനദണ്ഡം പഠിപ്പിക്കുക എന്നതല്ലാതെ ഓരോന്നോരോന്ന് പറഞ്ഞുതരാൻ കഴിയില്ല. അതുകൊണ്ട് നിത്യജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്ന നിശ്ചയദാർഢ്യം നമ്മളിൽ ഉണ്ടാകണം. ആ നിശ്ചയദാർഢ്യം ഉണ്ടായാൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു, ദിക്ർ എങ്ങനെ നിസ്കരിച്ചു, പിന്നെ എന്തൊക്കെ ചൊല്ലി, പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചു, പിന്നെ എങ്ങനെ ഭക്ഷണം കഴിച്ചു, പിന്നെ എങ്ങനെ വാഹനത്തിൽ കയറി, പിന്നെ എങ്ങനെ ജോലിയിൽ പോയി, പിന്നെ അങ്ങനെ ഓരോ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുക എന്ന വിശ്വാസികളുടെ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, പാരമ്പര്യം പറഞ്ഞാൽ അത് പാരമ്പര്യാകോ? എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പ വല്യാപ്പമാരൊക്കെ ചെയ്തത് മതി. ഖുർആൻ അതിന് തിരുത്തുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പ വല്യാപ്പമാര് ചെയ്തത് മതി എന്ന് പറയുന്നവർ മുസ്ലിമീങ്ങളല്ല എന്നാ ഖുർആൻ പറയുന്നത്. സൂറത്തുൽ മാഇദയിൽ, സൂറത്തുൽ അറാഫിൽ, സൂറത്തുൽ ലുഖ്മാനിൽ വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും അഥവാ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പ വല്യാപ്പമാരൊക്കെ ചെയ്തത് മതി. അവർ മുസ്ലിമീങ്ങളല്ല, അവർ സത്യവിശ്വാസികളല്ല, അത് മുഅ്മിനീങ്ങളുടെ നടപടിയല്ല. സത്യവിശ്വാസികൾ അങ്ങനെ പറയേണ്ടവരല്ലെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആലോചിക്കുക. പിന്നെ നമ്മളെന്താ പറയേണ്ടത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹു ചിന്തിക്കാൻ, പഠിക്കാൻ, ആലോചിക്കാൻ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ വളരെ എളുപ്പമാണ്. ഖുർആനിനെ പറ്റി ചിന്തിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഖുർആൻ വളരെ എളുപ്പമാണ്. ഖുർആനിനെ പറ്റി ചിന്തിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഖുർആന്റെ ചോദ്യമാണ്. ആലോചിച്ചു. ആ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനം നടത്തി നോക്ക് പ്രിയമുള്ളവരെ. പറഞ്ഞ ആ ഖുർആൻ കൊണ്ടുള്ള ഹിദായത്തുണ്ടല്ലോ, അത് അതൊക്കെ ഇപ്പൊ നമ്മൾ എങ്ങനെയാ പഠിക്കുക, നമുക്ക് തിരിയില്ല എന്നാണ്. ഖുർആൻ പറയുന്നത് ഇത് എളുപ്പമാണ്, നമ്മളാൾക്കാർ പറയുന്നു അതിനൊന്നും കഴിയില്ല. അതുകൊണ്ട് വിജയത്തിന്റെ മാർഗം പരിശുദ്ധ ഖുർആനിന്റെ റൂട്ടാണ്. എക്കാലഘട്ടത്തിലും കേരളത്തിൽ ഇസ്ലാഹ് ചെയ്യാൻ വേണ്ടി വന്ന, കേരളത്തിൽ മാത്രമല്ല ലോകത്തൊന്നാകെ ഇസ്ലാഹിന്റെ ശബ്ദം അവരൊക്കെ ആരൊക്കെ മുജദ്ദിദീങ്ങളും പണ്ഡിതന്മാരും നവോത്ഥാന നായകന്മാരും പറഞ്ഞിട്ടുണ്ടോ, അവരവരുടെ വകയൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. മൊഹീദി ഷേഖിന്റെ പേരെന്തുകൊണ്ടാ മൊഹീദി ഷേഖ് എന്നായത്? ജീലാൻ ദേശത്തെ അബ്ദുൽ ഖാദർ എന്ന പേരുള്ള മഹാനായ ഒരു മനുഷ്യൻ മൊഹീദ്ദീൻ എന്നായി മാറിയത് തന്നെ എങ്ങനെയാ? മൊഹീദി ഷേഖിനെ പറ്റി അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം. ഫുതൂഹുൽ ഗൈബ് പോലെ, ഉന്യ പോലെ,
ഫതഹുർ റബ്ബാനി പോലെയുള്ള ഗ്രന്ഥങ്ങൾ. മൊയ്തീമാലയും അദ്ദേഹമായിട്ട് ഒരു ബന്ധവുമില്ല. അതാ പറഞ്ഞ VS അച്യുതാനന്ദൻ സാഹിബ് മൊയ്തീമാലയുടെ 400-ാം വാർഷികമാണ് കേരളത്തിൽ ഔദ്യോഗികമായി ആഘോഷിക്കാൻ അനുമതി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ എന്താ, 4 നൂറ്റാണ്ടേ മൊയ്തീമാല ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ നേതാവ് മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചു മരിച്ചു പോയിട്ടോ 1000 കൊല്ലായി. അദ്ദേഹം എന്താ ഫുതൂഹുൽ ഗൈബിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്? വലാ തത്തബിഉ ഖീല വമൻ ഖാൽ, കീലയിലും കാലയിലും നീ പിൻപറ്റേണ്ട, നീ ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുക. ഫൻദുർ ഫീഹിമാ വഅമൽ ബിഹിമാ, അത് നോക്കുക, അത് അന്വേഷിക്കുക, അതുകൊണ്ട് അമൽ ചെയ്യുക. ഇത് ഫുതൂഹുൽ ഗൈബിൽ പഠിപ്പിച്ചതാണ്. അതേ ഫുതൂഹുൽ ഗൈബിൽ തന്നെ കാണാം, ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദി മിൻ ഖൽഖില്ലാ, പടപ്പുകളിൽപ്പെട്ട ഒരാളോട് നീ ശിക്കായത്ത് പറയാൻ പോകണ്ട, പരാതി പറയാൻ പോകണ്ട, ആവലാതി പറയാൻ പോകണ്ട. വലാ ളറ വലാ നാഫിഅ വലാ ദാഫിഅ വലാ ജാലിബ വലാ മുസ്ലിമ വലാ മുബ്ലിയ, നിനക്ക് ഉപകാരം ചെയ്യുന്നവനോ ഉപദ്രവം ചെയ്യുന്നവനോ ഉപകാരം കൊണ്ടെത്തരാനോ ഉപദ്രവം തടഞ്ഞു നിർത്തുവാനോ നിന്നെ രോഗിയാക്കുവാനോ നിന്നെ പരീക്ഷിക്കുവാനോ പടച്ചവനല്ലാത്ത ഒരാളും ഇല്ല. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഫലാ തശ്കുവന്ന, നീ ശിക്കായത്ത് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിയെ അങ്ങയോട് ഇതാ ശിക്കായത്ത് പറയുന്നു എന്ന് പറയുന്ന മങ്കൂസ് പാടാൻ നമ്മൾ ഒരുക്കമല്ലാത്തത്. മുഹീദ്ദീൻ ശൈഖാണ് പഠിപ്പിക്കുന്നത്, ഫലാ തശ്കുവന്ന, നീ ശിക്കായത്ത് പറയാൻ പോകരുത് അഹദൻ മിൻ ഖൽഖില്ലാ, പടപ്പുകളിൽപ്പെട്ട ഒരാളോടും. അദ്ദേഹം പഠിപ്പിച്ച മാർഗം അതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടുന്ന സിഫത്തുകൾ മുഹീദ്ദീൻ ശൈഖിന് പോലും വകവെച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞതുകൊണ്ടല്ല, അദ്ദേഹം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിനെ പുനരുജ്ജീവിപ്പിച്ചത് കൊണ്ടാണ് മുഹീദ്ദീൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ദീൻ നിർജീവമായി കിടക്കുകയായിരുന്നു. അങ്ങനെ പുനരുജ്ജീവിപ്പിക്കുവാനെടുത്ത മാർഗന്താ, ഖുർആനും സുന്നത്തും മനസ്സിലാക്കി അതന്വേഷിച്ചത് പഠിച്ചത് അത് ജീവിതത്തിൽ അമലുകളായി പരിവർത്തിപ്പിക്കണമെന്ന ശക്തമായ ആഹ്വാനം. പ്രിയമുള്ളവരെ, അതന്നെ നമ്മളും ജനങ്ങളോട് പറയുന്നത്. നമ്മുടെ വക പുതിയൊരു ആദർശം, പുതിയൊരാശയം, പുതിയൊരു ഇബാദത്ത് നമ്മൾ എവിടെയും പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുത്തൻവാദികൾ എന്ന മുജാഹിദുകളെ പറ്റി പറയും, എന്തെങ്കിലും ഒരു പുതിയ ആചാരമോ പുതിയ വിദഗ്ധ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പുതിയതിനെ എതിർത്തത് കൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു. ഞാനീ പറഞ്ഞതുപോലെ ഇടക്കാലത്ത് പാരമ്പര്യത്തിന്റെ ചങ്ങലക്കണ്ണിയൊന്ന് കുലുക്കി കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരിക്കണം. അപ്പോഴേ പാരമ്പര്യം നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന പാരമ്പര്യമാവുള്ളൂ. പക്ഷേ പാതി വെച്ച് അവസാനിച്ചു പോകുന്ന, പാതി വെച്ച് നിലച്ചു പോകുന്ന കുറെ ആചാരങ്ങള്. എന്റെ ഉമ്മ പറഞ്ഞു, എന്റെ ചെറുപ്പത്തിലൊന്നും 70,000 ദിക്ർ പതിവില്ല. 70,000 ദിക്ർ മരിച്ചവർക്ക് വേണ്ടി ചെല്ലുന്നത് എന്റെ ചെറുപ്പത്തെ പതിവില്ല. നോക്കൂ നിങ്ങൾ, പുതിയത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്റെ ചെറുപ്പത്തിലും എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഇപ്പൊ വ്യാപകമായി തുടങ്ങാൻ. ആൾക്കാരൊക്കെ ചോദ്യം, ഇതൊക്കെ നല്ലതല്ല. കൂട്ടർ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ? ഇസ്ലാമിൽ ഒരു ബിദ്അത്ത്, ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് പുതിയൊരു ആചാരം ഉണ്ടാക്കുന്നവൻ മുത്തുനബിയെ പറയും, മുത്തുനബിയെ പറ്റി ആരോപിക്കുന്നത് എന്താ? റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നവനെ പോലെ എന്നാ. എന്താ, ഇങ്ങനൊരു പുണ്യകർമ്മം ഉണ്ടായിട്ട് റസൂൽ എന്താക്കിയില്ല? നമ്മളെ പഠിപ്പിച്ചില്ല. സ്വർഗത്തിലേക്ക് എത്തുന്ന ഈ നല്ല കാര്യം ആര് പഠിപ്പിച്ചില്ല? റസൂലുള്ള പഠിപ്പിച്ചില്ല. അങ്ങനെ റസൂലുള്ള റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നവനെ പോലെയാണ് ഒരു ബിദ്അത്ത് ചെയ്തോന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ നല്ലല്ലേ എന്ന് പറഞ്ഞു പോയാൽ അത് ഈ ആരോപണത്തിലേക്ക് എത്തും. തീർന്നോ? സഹീഹുൽ ബുഖാരിയിൽ 6-7 സ്ഥലങ്ങളിൽ ആവർത്തിച്ചുദ്ധരിച്ചൊരു ഹദീസുണ്ട്. സൂറത്തുൽ മാഇദയിൽ അവസാന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുന്ന രംഗം പറയുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ, അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, നിന്നെയും നിന്റെ മാതാവിനെയും ഇലാഹാക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ ഈസാ? യേശുവിനോട് ചോദിക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി, നീ എന്നോട് പറഞ്ഞതല്ലാതെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അനിഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ പടച്ചവനെ മാത്രം ആരാധിക്കണമെന്ന്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം.
പടച്ചോനെ അവരെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ അവരെന്ത് ചെയ്തു എന്നറിഞ്ഞിട്ടുണ്ട്, എന്റെ കാലശേഷം അവരെന്ത് ചെയ്തു ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതേ വാക്യം നാളെ പരലോകത്ത് മുഴുവൻ മനുഷ്യരെയും ഹാജരാക്കപ്പെടുന്ന വേദിയില്, മുഴുവൻ മനുഷ്യരെയും ഹാജരാക്കപ്പെടുന്ന വേളയില് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കരുണാ കടാക്ഷം കൊണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിങ്ങനെ വെള്ളം മുക്കിത്തരും. ദാഹിച്ചു വലയുന്നവർക്ക്, ആ ദാഹിച്ച് വലഞ്ഞ് തൊണ്ടപൊട്ടുന്ന ആളുകൾക്ക് വെള്ളം മുക്കിത്തരുമ്പോൾ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കിടയിൽ ചിലപ്പോൾ ചില ആളുകൾക്കിടയിൽ മറയിടപ്പെടും. ആ ആളുകളിലുള്ള വുളൂഇന്റെ അടയാളങ്ങൾ കൊണ്ട് മുത്തുനബി പറഞ്ഞു നോക്കും, ഉമ്മത്തീ, എന്റെ സമുദായത്തിൽപ്പെട്ടവരാണല്ലോ, അപ്പൊ നിസ്കരിക്കുന്ന മനുഷ്യന്മാര് തന്നെ. പക്ഷേ ആ തൃക്കരങ്ങൾ കൊണ്ട് മുക്കിത്തരുന്ന പവിത്ര പാനീയം കുടിക്കാൻ അനുവദിക്കുന്നില്ല. അതിന്റെ കാരണമതാ പറയപ്പെടുന്നു. ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്. ഓ നബിയേ, താങ്കളുടെ കാലശേഷം മതത്തിൽ അവര് പലതും കടത്തിക്കൂട്ടിയവരാണ്, പുത്തംവാദികളാണ്, നല്ലതാണെന്ന് പറഞ്ഞ പലതും കൊണ്ടുവന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയും? എന്നാലും ഞാൻ പഠിപ്പിക്കാത്ത സലാത്ത്, നാരിയത്ത് സലാത്ത് ചൊല്ലി, ഞാൻ പഠിപ്പിക്കാത്ത മൗലൂദ്, ഞാൻ പഠിപ്പിക്കാത്ത കുതുബിയത്ത്, ഞാൻ പഠിപ്പിക്കാത്ത നബിദിനാഘോഷം ഒക്കെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കട്ടെ എന്ന് പറയുന്നില്ല. സുഹ്കൻ സുഹ്കോ, കൂട്ടം തെറ്റിയ ഒട്ടകം തോട്ടത്തിൽ കയറിയാൽ അട്ടിപ്പായിക്കുന്നത് പോലെ ഇസ്ലാം ദീനിൽ പലതും അവരുടെ ഇഷ്ടത്തിന് കടത്തിക്കൂട്ടിയവരെ ആട്ടിപ്പായിക്കുകയാണ്. എന്റെ വെള്ളം അവർക്ക് കൊടുക്കണ്ട, അവരങ്ങ് ദൂരേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. ഏത് ഉസ്താദ് പ്രസംഗിച്ചാലും, ഏത് മൗലവി പ്രസംഗിച്ചാലും, ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചതിന്റെ പ്രമാണം പറയാതെ ഞാൻ എന്റെ വകൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ അന്വേഷിക്കുക, ഈ പറഞ്ഞതിന് വിപരീതമായി അതല്ല ജാറത്ത് പോയി ചന്ദനത്തിരി കത്തിക്കൽ തന്നെയാണ് സുന്നത്തെ അമായത്ത്, അതല്ല ജാറത്തിലുള്ളവരോട് തേടൽ തന്നെയാണ് സുന്നത്തെ അമായത്ത് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞത് നേരത്തെ കോടമ്പുഴയിൽ ഓതിയതുപോലെ ലാ തഖൂലു റായിന എന്നുള്ള ആയത്തായിരിക്കും. അത്തരം ആയത്ത് അതും ഖുർആനില്ലേ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. 14 കടന്നുപോയ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യാഖ്യാനം അഥവാ ദുർവ്യാഖ്യാനം. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയാ സാധാരണക്കാർക്ക് തിരിയാം, ഒന്ന് താരതമ്യം ചെയ്താൽ മതി. എല്ലാ സ്ഥലത്തും ഇപ്പൊ മൗലവിമാര്, സമ്മേളനങ്ങള്, പള്ളികള്, മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, സംവാദങ്ങള്, സീഡികൾ, ഒന്ന് താരതമ്യം ചെയ്താൽ മതി. ഇത് നമ്മളെ പരലോകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കാം. ഏകദേശം 2 മണിക്കൂറായി, 7 മണിക്ക് തുടങ്ങിയതാണ്. പ്രിയമുള്ളവരെ, 9 മണിക്ക് കറണ്ടും പോകുന്നതാണ് അറിയിപ്പ് കിട്ടിയത്. പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ. ഇനി എന്തൊക്കെ പറഞ്ഞെടുത്താലും ആൾക്കാരെന്താ പറയാന്നറിയോ? നമ്മളെ മുന്നിൽ എത്ര ഉസ്താദുമാരുണ്ട്, എത്ര നേതാക്കന്മാരുണ്ട്, ഓരിക്കൊന്നും ഇതൊന്നും തിരിഞ്ഞിട്ടില്ലേ, അങ്ങനെ ചോദിക്കുന്ന കുറെ സാധുക്കളുണ്ട്. കൂട്ടരെ, ഇപ്പോ ഇന്നലെ ഹജ്ജും കഴിഞ്ഞ് വന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, അല്ല 2 മാസം ഞങ്ങളെ പിന്നിൽ നിന്നിട്ട് നിസ്കരിച്ചതാ, ഇനി ഇതാ മുജാഹിദ് പള്ളി, നിങ്ങൾ ആടുന്ന് നിസ്കരിച്ചതുപോലെ തന്നെ വിസ്മയില്ലാത്ത, കുനൂത്തില്ലാത്ത, കൂട്ടുപ്രാർത്ഥന ഇല്ലാത്ത ഒരു പള്ളി ഇവിടെ ഉണ്ട്, കയറുന്നതിന് ഒരു കുഴപ്പമില്ലട്ടോ. അപ്പൊ അയാള് പറയാ, അത് പിന്നെ അവിടെ അത് ചില കുഴപ്പങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, അള്ളാന്റെ റസൂലിന്റെ നാട്ടില് അവിടെ ജനിച്ചു വളർന്ന പണ്ഡിതന്മാർക്ക് ഖുർആനും ഹദീസും അറബി ഭാഷയിൽ പഠിച്ച് അവഗാഹം നേടി ഫത്വ കൊടുത്ത് അവിടെ ജീവിച്ച് സാധാ നിസ്കാരത്തിൽ പോലും ഖുർആൻ ഓതുമ്പോ പൊട്ടിക്കരയുന്ന ഇമാമുകൾക്ക് വിവരമില്ല, അവർക്ക് ഹിദായത്തില്ല. ഓലൊക്കെ എവിടത്തേക്ക്? നരകത്തിലേക്ക്. പിന്നെ ആരാ സ്വർഗത്തിലേക്ക്? നമ്മുടെ നാട്ടില് കുത്തുബിയത്ത് ഓതി, മൗലൂദ് ഓതി, ചാറത്ത് പോയി, ഓരോടത്തേക്ക് സ്വർഗത്തിലേക്ക്. അപ്പൊ ഇത് തിരിച്ചും ചോദിക്കാന്നുള്ളത് മാത്രം പറഞ്ഞതാണ്, അല്ലാതെ അവിടെ ഇവിടെ താരതമ്യം ചെയ്തതല്ല. എന്ത് ഒരുപാട് നേതാക്കന്മാർ, പണ്ഡിതന്മാരെന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ കഥയില്ല. സൂറത്തുൽ അഹ്സാബിന്റെ 63, 64 ആയത്തുകൾ ശക്തമായി അങ്ങനെ വാദിക്കുന്ന ആളുകൾക്കുള്ളൊരു താക്കീതാണ്. എന്താണ്? എത്രയെത്ര സാദാത്തികളാ ഞങ്ങളെ മുമ്പിലുള്ളത്, ഓലൊന്നും ഞങ്ങളെ നരകത്ത് കൊണ്ടുപോവില്ല. എത്രയെത്ര മഹാന്മാരാ ഞങ്ങളെ നേതാക്കന്മാര്, ഓലൊന്നും ഞങ്ങളെ നരകത്ത് കൊണ്ടുപോവില്ലെന്ന് ഏതെങ്കിലും സാധുക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അഹ്സാബ് സൂറത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ആളുകൾ മറിച്ചിടപ്പെടുന്ന സമയത്ത് യഖൂലൂന, അവര് വേദന കൊണ്ട് നിലവിളിക്കുമ്പോ പറയുകയാണ്,
യാ ലൈതനാ അത്ഇനല്ലാഹ വ അത്ഇനർ റസൂലാ. എന്ത് നഷ്ടമാ ഞങ്ങൾക്ക് സംഭവിച്ചു പോയത്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പിൻപറ്റി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നോലെങ്ങനെയാ ജീവിച്ചത്? വഖാലു ഇന്നാ അത്ഇനാ സാദത്തനാ വ കുബറാഅനാ. ഞങ്ങളെ സാദാത്യങ്ങളെ പിൻപറ്റി ജീവിച്ചവരാണ്, ഞങ്ങളെ നേതാക്കന്മാരെ പിൻപറ്റി ജീവിച്ചവരാണ്. ഓലൊന്നും ഞങ്ങളെ നരകത്ത് കൊണ്ടുപോവില്ലെന്ന് ചിന്തിച്ചവരാണ്. ഫഅളല്ലൂന സബീലാ. ഞങ്ങൾ പെട്ടുപോയല്ലോ നാഥാ. അതുകൊണ്ട് ആത്തിഹിം ദഅഫൈനി മിനൽ അദാബ്. അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പഠിക്കേണ്ടത് ഇവിടെയാണ്, പിൻപറ്റേണ്ടത് ഇവിടെയാണ്, അന്വേഷിക്കേണ്ടത് ഇവിടെയാണ്. താൻ വിശ്വസിക്കുന്ന വിശ്വാസം ലൻ തളില്ലൂ എന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ച പിഴക്കാതിരിക്കുവാൻ നമ്മുടെ മുമ്പിലുള്ള മാനദണ്ഡമായി നമുക്ക് വിട്ടേച്ചു തന്നുപോയ അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുച്ചെറ്റിയും അത് കയ്യിലുണ്ടോ എന്നൊന്ന് പരിശോധിച്ചിട്ട് അതല്ലാത്തതൊക്കെ കൈവിട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാല് പരലോകത്ത് റബ്ബിനോട് നമുക്ക് മറുപടി പറയാം, പടച്ചവനെ എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാൻ നീ പറഞ്ഞേറ്റ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ച ജീവിതമാണ് ഞാൻ പിൻപറ്റിയിട്ടുള്ളത്. അതേ പ്രകാരം തന്നെ നീ അവതരിപ്പിച്ച വേദഗ്രന്ഥമായിരുന്നു എന്റെ പ്രമാണം. ഇത് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒന്ന് പഠിക്കണം പ്രിയമുള്ളവരെ, ഒന്ന് താരതമ്യം ചെയ്യണം പ്രിയമുള്ളവരെ. എത്ര സംഘടന വന്നാലും എത്ര നേതാക്കന്മാർ പ്രസംഗിച്ചാലും സംഘടനയുടെ ഭിന്നിപ്പോ സംഘടനാ നേതാക്കന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ക്ലിപ്പിട്ട് കാണിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ താറടിച്ചാലും നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ നേതാക്കന്മാര് കൈപിടിക്കാത്ത ലോകം, സംഘടനാ നേതാക്കന്മാരില്ലാത്തൊരു കാലം അതിതാ നമ്മുടെ തൊട്ടടുത്തുണ്ട്. മരണം നമ്മുടെ തൊട്ടടുത്തുണ്ട്. ജീവങ്ങ് വേർപെട്ടു പോയാൽ ആദ്യം തന്നെ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആനിലുണ്ട്, ഐനമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാഹ്. മരിക്കുന്ന സമയത്ത് മലക്കുകൾ ആദ്യം തന്നെ മനുഷ്യനോട് ചോദിക്കുന്നു, എവിടെ പോയടോ? മരിക്കുന്ന സമയത്ത് പലരും നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നീ വിശ്വസിച്ചിരുന്നില്ലേ? നീ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ എന്ന ചോദ്യത്തിന് എനിക്ക് കണ്ണ് തന്നാ, എനിക്ക് കാത് തന്നാ, എന്റെ കൽബ് തന്നാ, എന്റെ ഹൃദയം തന്നാ, എനിക്ക് ചിന്ത തന്നാ, എനിക്ക് വെള്ളം തന്നാ, എനിക്ക് വായു തന്നാ, എനിക്ക് ജീവിതം തന്നാ, എനിക്ക് ഭൂമി തന്നാ, എനിക്ക് ആകാശം തന്ന, എനിക്ക് വേണ്ടി സൂര്യൻ തന്ന, എനിക്ക് വേണ്ടി നിലാപ തന്ന, എനിക്ക് വേണ്ടി റോസാപ്പൂ വിരിയിപ്പിച്ചു തന്ന, എനിക്ക് വേണ്ടി വായു സംവിധാനിച്ചു തന്ന അർഹമുർ റാഹിമനായ ലോകരക്ഷിതാവായ രാജാതിരാജനായ പ്രപഞ്ചാധിപതിയായ പടച്ച തമ്പുരാൻ എനിക്ക് മതിയായവനാണ്. അവൻ എനിക്ക് മതിയായവനാണ്. അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറയേണ്ടത് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് മരണം തൊട്ടടുത്തുണ്ട്. അതിനു മുമ്പ് വിശ്വാസം ശരിയാക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുക, പരലോകത്ത് രക്ഷപ്പെടാൻ മറുപടി പറയുവാനുള്ള ഓരോന്നും നമ്മൾ കൈമുതലാക്കി തീർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ പിന്നിൽ പടച്ചവൻ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? പണമോ സമ്പത്തോ മറ്റൊന്നുമല്ല, നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന അവരോട് മാത്രമാക്കി തീർക്കുക എന്നാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അവരൊട്ടും ഇഷ്ടപ്പെടാത്ത ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് മഅല്ലാഹി അഹദ, അവന്റെ കൂടെ ആരോടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാനുള്ള താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. പരലോകത്തെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അവിടെ രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ തെരഞ്ഞെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമെല്ലാം അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പറഞ്ഞതുപോലെ കേട്ടതുപോലെ ജീവിക്കുന്ന ഹിദായത്തിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോകുന്ന സത്യവിശ്വാസികളായി അള്ളാഹു നമ്മളെ ഇഹലോകത്ത് ജീവിപ്പിക്കുമാറാകട്ടെ. പരലോകത്ത് ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ